കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ദൈവം നമുക്കൊരു ഹല്ലേലൂയ സ്തോത്രം വിശുദ്ധ ദിവസം കൂടി ദൈവത്തെ ആരാധിപ്പാൻ സ്വർഗ്ഗത്തിലെ പരിശുദ്ധൻ ക്രിസ്തേശുവിൽ നമ്മളെ സ്നേഹിച്ച് ഹല്ലേലൂയ സ്തോത്രം നമ്മൾക്ക് ആയുസ്സും ആരോഗ്യം നൽകി പരിശുദ്ധനെ ആരാധിപ്പാൻ കൃപ ചെയ്തോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ കഴിഞ്ഞ ചില നാളുകളായി ദൈവത്തിൻ്റെ സത്യവചനത്തെക്കുറിച്ച് ഹല്ലേലൂയ സ്തോത്രം നമ്മൾ ഹല്ലേലൂയ സ്തോത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം കാരണം സത്യവചനം എന്ന് പറയാൻ കാരണം ഹല്ലേലൂയ വചനം ഇന്നെങ്ങനെയാണ് അനേകർ പഠിപ്പിക്കുന്നത്. അർബുദ വ്യാധി പോലെ എന്ത് ചെയ്തു? വചനം മായമായിട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം പൗലോസ് തിമോഥെയോസിനോട് പറയുകയാണ്, ഹല്ലേലൂയ സ്തോത്രം സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത ദൈവത്തിന് കൊള്ളാവുന്ന വേലക്കാരനായിട്ട് എന്ത് ചെയ്യണം? നിൽക്കണം. അതുകൊണ്ട് സത്യവചനത്തെ നമ്മൾ എങ്ങനെ പ്രസംഗിക്കണം? യഥാർത്ഥമായിട്ട് പ്രസംഗിക്കേണ്ട ഒരു ഹല്ലേലൂയ വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യരുത്. മനുഷ്യർ ഹല്ലേലൂയ സ്തോത്രം ഏറ്റവും കൂടുതൽ കൂട്ടിക്കൊണ്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ വചനത്തെ. ഹല്ലേലൂയ നമുക്കത് ഡോക്ടർമാർ മരുന്ന് തന്നു കഴിഞ്ഞാൽ ഹല്ലേലൂയ സ്തോത്രം അതിനൊക്കെ എന്തുണ്ട്? ഒരളവുണ്ടല്ലേ? ആ അളവ് കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തുണ്ടാകും? മരണം ഉണ്ടാകും. ഇതും അതിന് അതായത് പത്യവചനമെന്നാണ്. ഇതിനകത്ത് എന്ത് ചെയ്യരുത്? കൂട്ടരുത്. കൂട്ടിയാൽ നീ ആരാകുമെന്ന് പറഞ്ഞേ, കള്ളനാകുമെന്ന് പറഞ്ഞേ. ഹല്ലേലൂയ സ്തോത്രം സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത ദൈവത്തിന് കൊള്ളാവുന്ന വേലക്കാരായിട്ട് വേണം നിൽക്കാൻ. ഹല്ലേലൂയ സ്തോത്രം നമ്മൾ കഴിഞ്ഞ ആഴ്ച പ്രസംഗിച്ച് നിർത്തിയ ആ ഭാഗത്തു നിന്ന് നമുക്ക് വീണ്ടും തുടങ്ങാം. ഹല്ലേലൂയ സ്തോത്രം 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 11-ാം അധ്യായം 2 മുതൽ വായിക്കും. ഞാൻ നിങ്ങളെക്കുറിച്ച് പൗലോസ് പറയാണ്, ഞാൻ നിങ്ങളെക്കുറിച്ച് കൊരിന്ത്യ സഭയോട് പറയാണ്, ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ എരിവോടെ എന്ത് ചെയ്യുന്നു? എന്തിനാ എരിയുന്നത്? അല്ലെങ്കിൽ മറ്റൊരു അല്ലെങ്കിൽ അവൻ്റെ സഹോദരങ്ങളോ അല്ലെങ്കിൽ അവൻ്റെ ബന്ധുക്കളോ ആരുമാണോ കൊരിന്ത്യക്കാർ? ജാതികളായിരിക്കുന്ന ഹല്ലേലൂയ സ്തോത്രം പൗലോസാരെ ഒരു എബ്രായനാണ് അല്ലേ, യഹൂദനാണ്. ഹല്ലേലൂയ സ്തോത്രം പറയാണ്, നിങ്ങളെക്കുറിച്ച് ഞാൻ എന്ത് ചെയ്യുന്നു? എരിവോടെ എരിയുന്നു. എന്നിട്ട് പൗലോസ് പറയാണ്, ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. കണ്ടോ? എന്നാൽ സർപ്പം എന്ത് ചെയ്തു? ഹവ്വായെ എന്ത് ചെയ്തു? ഉപായത്താൽ ചതിച്ചതുപോലെ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത. ആരോടുള്ള ഏകാഗ്രതയാ? ക്രിസ്തു എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അഭിഷക്തൻ അല്ലേ? അഭിഷക്തനോടുള്ള അല്ലെങ്കിൽ ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന ആരാ? ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ എന്നാണ്. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ മുള എന്നവൻ മുളച്ചു വരും അല്ലേ? ഹല്ലേലൂയ സ്തോത്രം ദാസനാണ്. ഹല്ലേലൂയ സ്തോത്രം രാജാവാണ്. ഹല്ലേലൂയ മഹാപുരോഹിതനാണ് എന്നൊക്കെ നമ്മൾ പഠിച്ചു. മശിയാണ്, ക്രിസ്തുവാണ്, കർത്താവാണെന്നൊക്കെ നമ്മൾ ഹല്ലേലൂയ കഴിഞ്ഞ നാളുകൾ നിങ്ങളെ പഠിപ്പിച്ചതാണ്. വായിച്ചാൽ നിർമ്മലതയും ഞാൻ ഭയപ്പെടുന്നു. എന്തിനാ ഭയപ്പെട്ടത്? നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് അതുകൊണ്ടാണ് പറയുന്നത്. പൗലോസ് വേറെടുത്ത് പറയാണ് അല്ലെ, ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ പ്രസവവേദനപ്പെടുന്ന എൻ്റെ മക്കളെ, എൻ്റെ കുഞ്ഞുങ്ങളെ എന്നാണ് പറഞ്ഞത്. അല്ലെ, അപ്പൊ ഈ ക്രിസ്തുവിൽ നിന്നുള്ള ഏകാഗ്രത വിട്ട് എന്ത് ചെയ്യരുത്? മാറിപ്പോകുമെന്ന് ഞാൻ എന്ത് ചെയ്യാം? ഭയപ്പെടുക. അപ്പൊ ഈ പൗലോസ് പഠിപ്പിച്ച ക്രിസ്തുവിൽ നിന്ന് എന്ത് ചെയ്തു? മാറിപ്പോകരുത്. അല്ലെങ്കിൽ മാറിപ്പോകുമെന്ന് എന്ത് ചെയ്തു? ഭയപ്പെട്ടു. എന്നിട്ട് എന്തിനായി ഭയപ്പെട്ടത്? ഈ വേറൊരു ക്രിസ്തു ഉണ്ട്. ഇവിടെ പൗലോസ് കൊരിന്ത്യ ലേഖനത്തിൽ പറയാണ് വേറൊരു ക്രിസ്തു ഉണ്ട്. ആ ക്രിസ്തു ആരാന്ന് പറഞ്ഞേ? വായിച്ചേ. ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ വേറൊരു സുവിശേഷം പ്രസംഗിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ അനുവദിക്കുന്നു. കൊരിന്ത്യക്കാരെന്ത് ചെയ്യുന്നു? ഹല്ലേലൂയ സ്തോത്രം അവർക്ക് എന്തില്ല? സ്ഥിരതയില്ല. പൗലോസ് പ്രസംഗിച്ച യേശു ഹല്ലേലൂയ സ്തോത്രം ആരായിരുന്നു? ദൈവത്തിന്റെ പുത്രനായിരുന്നു, നമ്മുടെ കർത്താവായിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഇവർ പ്രസംഗിച്ച യേശു ആരാ? പുത്രനാം ദൈവമെന്ന് പറഞ്ഞിരിക്കുന്നവന്റെ പേരും ഏതാ? യേശുവാണ്. ഈ പ്രസംഗത്തിന് തൊട്ട് മുമ്പുള്ള പ്രസംഗം കേൾക്കുമ്പോൾ അറിയാം ഹല്ലേലൂയ സ്തോത്രം അതാരാ? ലൂസിഫർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. അപ്പൊ അവനെ എന്ത് ചെയ്യുന്നു? നിങ്ങൾ അനുവദിക്കരുത്. ഹല്ലേലൂയ സ്തോത്രം. ഇനി മറ്റൊരു യേശു ആരാണ്? ഹല്ലേലൂയ സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 39-40 വായിച്ചാൽ യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ദോഷവും വ്യഭിചാരവുമുള്ള തലമുറ. ഹല്ലേലൂയ സ്തോത്രം. യേശുവിന്റെ അടുത്ത് വന്നിട്ട് അടയാളം ചോദിച്ചു. ഇത് പറഞ്ഞു, യേശുവിനെ നീ എന്ത് ചെയ്യണം? ഒരു അടയാളം ചെയ്യണമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ സ്തോത്രം. യേശു പറയാണ്, ദോഷവും വ്യഭിചാരമുള്ള തലമുറ അടയാളം തെളിയുന്നു. യോനാ പ്രവാചകന്റെ അടയാളമല്ലാതെ അതിനെന്തില്ല? അടയാളം ലഭിക്കുകയില്ല. ഹല്ലേലൂയ സ്തോത്രം. മറ്റൊരു യേശു. ഹല്ലേലൂയ സ്തോത്രം. ഭൂമിയിൽ വന്ന യേശു എന്തായിത്തീർന്നു? നമുക്ക് വേണ്ടി പാപപരിഹാരമായിട്ട് എന്ത് ചെയ്തു? മരിച്ച് അടക്കപ്പെട്ട് 3-ാമത്തെ ദിവസം എന്ത് ചെയ്തു? ഉയർത്തെഴുന്നേറ്റു. അപ്പോൾ മറ്റൊരു യേശു കൂടെ എന്ത്
അവനും എന്താ പറഞ്ഞിരിക്കുന്നത്? അവനും മരിച്ചെന്ന് പറഞ്ഞിരിക്കുന്നത്. അതാ പറഞ്ഞ ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശു. നമ്മുടെ യേശു എന്നാ മരിച്ചത്, നമ്മുടെ യേശു എന്നാ ഉയർത്തുന്നത് എന്നുള്ളതാണ് അല്ലെങ്കിൽ ബൈബിൾ പ്രകാരം നമ്മൾ പഠിക്കുന്നത്. മറ്റൊരു യേശു മരിച്ചതെന്നാ? വെള്ളിയാഴ്ച മരിച്ചു അല്ലേ? യേശുവിനെ എന്ന് ക്രൂശിക്കപ്പെട്ടെന്നാണ് ലോകം വിശ്വസിച്ചിരിക്കുന്നത്. വെള്ളിയാഴ്ച ക്രൂശിക്കപ്പെട്ടു, പെസക ആചരിച്ചു, വെള്ളിയാഴ്ച എന്ത് ചെയ്തു? യേശുവിനെ ക്രൂശിച്ചു, ഞായറാഴ്ച എന്ത് ചെയ്തു? ഉയർത്തു. ഇതാണ് ഈ ലോകത്തിന്റെ യേശു. ബൈബിളില് ദൈവത്തിന്റെ പുത്രനായ യേശു എന്നാ മരിച്ചേ, എന്നാണ് ഉയർത്തത്. ഹല്ലേലൂയ സ്തോത്രം എന്ന് ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? പഠിക്കാം. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് യേശു പറയാണ്, യോനയുടെ അടയാളമല്ലാതെ അതിന് വേറെ അടയാളം ലഭിക്കുകയില്ല. യോന കടലാനയുടെ ഉദരത്തിൽ എന്ത് ചെയ്തു? 3 രാവും 3 പകലും. കേട്ടോ, 3 രാവും 3 പകലും ഇരുന്നത് പോലെ. യോന എവിടെ? കടലാനയുടെ വയറ്റിൽ എത്ര ദിവസം ഇരുന്നു? 3 രാവും ഇരുന്ന് 3 പകലും ഇരുന്നു. മനുഷ്യപുത്രനും 3 രാവും 3 പകലും. ഹല്ലേലൂയ സ്തോത്രം. ഇതിനു മുമ്പ് ഒരു കാര്യം കൂടെ ഞാൻ പറയാം. യേശു 2 കാര്യം പ്രധാനപ്പെട്ടതായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, യോനയെ കുറിച്ച് പറഞ്ഞല്ലേ, യോനയുടെ അടയാളമല്ലാതെ വേറെ അടയാളമില്ലെന്ന് പറഞ്ഞു. പിന്നെ യേശു വേറൊരു കാര്യം പറഞ്ഞു, നോഹയുടെ കാലത്ത് സംഭവിച്ചത് തന്നെ. അതുകൂടെ ഒന്ന് വായിച്ചാൽ മത്തായിയുടെ സുവിശേഷം 24:36-37 വായിച്ചാൽ. ആ നാളും നാഴികയും സംബന്ധിച്ച് കണ്ടോ, പുത്രന്റെ വരവിനെ കുറിച്ചാണ് പറഞ്ഞത്. പിതാവ് മാത്രമല്ലാതെ ആരും, സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ എന്ത് ചെയ്യുന്നില്ല? അറിയുന്നില്ല. അതിലെ പുത്രൻ എത്ര കാര്യം പ്രധാനമായിട്ട് പറഞ്ഞെന്ന് പറഞ്ഞേ? 2 കാര്യം. താഴോട്ട് വായിച്ചേ. കണ്ടോ, നോഹയുടെ കാലത്ത് സംഭവിച്ചത് തന്നെ ഹല്ലേലൂയ മനുഷ്യപുത്രന്റെ വരവും ആകും. ഹല്ലേലൂയ സ്തോത്രം. നോഹയുടെ കാലവും യോനയുടെ അടയാളവും 2 കാര്യം എന്ത് ചെയ്തു? യേശു കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. യോനയുടെ അടയാളം ഹല്ലേലൂയ സ്തോത്രം എന്താ പറഞ്ഞേ? 3 രാവും 3 പകലും. പിന്നെ ഈ രണ്ടാമത് പറയാണ്, നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവിലും സംഭവിക്കും. പുത്രന്റെ വരവ് പിതാവല്ലാതെ ദൂതന്മാരും അറിയുന്നില്ല, പുത്രനും അറിയുന്നില്ല. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം, ഇവർ പ്രസംഗിക്കുന്ന യേശുവും ബൈബിളിലെ യേശുവും തമ്മിൽ എന്തുണ്ട്? വ്യത്യാസമുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, കൊരിന്ത്യ സഭയോട് പറയണം, നിങ്ങൾ എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ എന്ത് ചെയ്യും? അവർ പ്രസംഗിക്കും. ആ യേശു എന്നാ മരിച്ചത്? വെള്ളിയാഴ്ച മരിച്ചു. ഹല്ലേലൂയ സ്തോത്രം. യോനയുടെ പുസ്തകം 1:17. യോനയെ വിഴുങ്ങേണ്ടതിന് യഹോവ മൂന്ന് രാവും 3 പകലും യോന മത്സ്യം. പുതിയ നിയമത്തിൽ എങ്ങനെയാ യേശു പറഞ്ഞത്? കടലാനെ എന്ന് പറഞ്ഞല്ലേ. പഴയ നിയമത്തിൽ അതെന്താ? മത്സ്യം, മഹാമത്സ്യം അല്ലേ? ഹല്ലേലൂയ സ്തോത്രം. മത്സ്യത്തിന്റെ വയറ്റിൽ എന്ത് ചെയ്തു? 3 രാവും 3 പകലും. ദൈവപുത്രൻ എങ്ങനെ പറഞ്ഞേ? 3 രാവും 3 പകലും മനുഷ്യപുത്രൻ എവിടെ ഇരിക്കും? ഭൂമിക്ക് ഉള്ളിലിരിക്കും. ഹല്ലേലൂയ സ്തോത്രം. ഭൂമിക്കുള്ളിൽ എത്ര ദിവസം ഇരിക്കണം? 3 രാവും 3 പകലും. ഹല്ലേലൂയ സ്തോത്രം. ഇവിടുത്തെ യേശുവിനെ വെള്ളിയാഴ്ച ക്രൂശിച്ചു. അങ്ങനെ നിങ്ങൾ കൂട്ടിക്കോ. വെള്ളിയാഴ്ച എന്ത് ചെയ്തു? കൂട്ടിക്കോ. വെള്ളിയാഴ്ച കൂട്ടിക്കോ. വെള്ളിയാഴ്ച ഒരു രാത്രി. എത്ര മണിക്കാവും ക്രൂശിച്ചത്? ഉച്ച കഴിഞ്ഞിട്ടല്ലേ? 9 മണി നേരത്ത്. ഹല്ലേലൂയ സ്തോത്രം. എന്ത് ചെയ്തു? പ്രാണനെ വിട്ടു. അപ്പോൾ ഉച്ച കഴിഞ്ഞപ്പോൾ കൂട്ടിക്കോ. ഒരു രാത്രി എന്ന് പറഞ്ഞാൽ വെള്ളി ഒരു രാത്രി, പിന്നെ ശനി ഒരു പകല്, പിന്നെ ശനി ഒരു രാത്രി. അപ്പൊ 2 രാത്രി അല്ലേ? പിന്നെ ഞായർ രാവിലെ എന്ത് ചെയ്തു? ഉയരത്തായിരുന്നു. അപ്പൊ എത്ര പകലുണ്ട്? ഒരു പകലുമായിട്ടുള്ളത് 2 രാത്രി ആയിട്ടുള്ളൂ. ഹല്ലേലൂയ സ്തോത്രം. അപ്പൊ ഇത് ബൈബിളിലാണോ? അല്ല. അതുകൊണ്ട് ഹല്ലേലൂയ 3 രാവും 3 പകലും. എങ്ങനെയാണ് ദൈവത്തിന്റെ ഒരു ദിവസം തുടങ്ങുന്നത്? വായിച്ചാട്ടെ. ദൈവത്തിന്റെ ഒരു ദിവസം എങ്ങനെയാണ്? ഹല്ലേലൂയ സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 1:5 വായിച്ചാട്ടെ. ദൈവത്തിന്റെ ഒരു ദിവസം ഞാൻ പറയുന്നത് കേട്ടോ. ദൈവം വെളിച്ചത്തിന് പകലെന്നും ഇരുളിന് എന്തെന്ന് രാത്രി എന്ന് പേരിട്ടു. സന്ധ്യയായി. ദൈവത്തിന്റെ ഒരു ദിവസം എങ്ങനെയാ? സന്ധ്യയായി ഉഷസായി. എന്ന് വെച്ചാൽ യേശു പറയുന്നുണ്ട്, പകലിന് 12 മണിക്കൂർ ഇല്ലയോ അല്ലേ? അപ്പൊ ഈ പകലിന് എത്ര മണിക്കൂറുണ്ട്? 12 മണിക്കൂർ. സന്ധ്യയായി ഉഷസമായി. ഒരു രാത്രിയും പകലും ചേരുന്നതാണ് ഒരു ദിവസം. ഹല്ലേലൂയ സ്തോത്രം. അതിന്റെ സമയം കൂടെ ഹല്ലേലൂയ സ്തോത്രം പറഞ്ഞിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 1 മുതലുള്ള വാക്യം. സ്വർഗരാജ്യത്തിനെ കുറിച്ച് ഒരു ഉപമ പറയുകയാണ് യേശു കർത്താവ്. സദൃശം വേലക്കാരോട്. കേട്ടോണ, ദൈവത്തിന്റെ സമയമായി പറഞ്ഞു വരുന്നത്. വേലക്കാരോട് അവൻ ദിവസത്തേക്ക് കേട്ടോ, ദിവസത്തേക്ക് ഓരോ വെള്ളിക്കാശ് പറഞ്ഞു കൊടുത്തിട്ട്
മുന്തിരിത്തോട്ടത്തിൽ വേലയ്ക്കായി 3-ാം മണി നേരത്ത് പുറപ്പെട്ടു. 3-ാം മണി നേരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ 3-ാം മണി എപ്പോഴാണെന്നറിയാമോ? സന്ധ്യയായി ഉഷസ്സുമായി ഒന്നാം ദിവസം. രാവിലെ 6 തൊട്ട് വൈകുന്നേരം 6 വരെയാണ് പകല്. വൈകിട്ട് 6 തൊട്ട് പിറ്റേ ദിവസം 6 വരെയാണ് രാത്രി. അതാണ് 3-ാം മണി നേരം എന്ന് പറഞ്ഞാൽ രാവിലെ 9 മണി. എത്ര മണിയാ? 9 മണി. വായിക്കും. 9-ാം മണി നേരത്താണ് ആദ്യത്തെ ജോലിക്കാരെ വിടുന്നത്. പിന്നെ വേറെ ചിലർ ചന്തയിൽ മെനക്കെട്ട് നിൽക്കുന്നത് കണ്ടിട്ട് നിങ്ങളും മുന്തിരിത്തോട്ടത്തിൽ പോവിൻ എന്ന് പറഞ്ഞ് ന്യായമായെന്ന് തരാമെന്ന് പറഞ്ഞു. വായിക്കും. 6-ാം മണി നേരം. 6-ാം മണി നേരം എത്രയാ? ഉച്ചയ്ക്ക് 12 മണി. ഹല്ലേലൂയ സ്തോത്രം. 6-ാം മണി നേരത്തെ യേശുവിന്റെ മരണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. 6-ാം മണി നേരം മുതൽ 9-ാം മണി നേരം വരെ ദേശത്തെല്ലാം എന്ത് ചെയ്തു? അതായത് 12 മണി തൊട്ട് ഉച്ച കഴിഞ്ഞ് 3 മണി വരെ എന്താ ഈ ദേശത്തൊക്കെ ഇരുട്ടുണ്ടായി. ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു വരാം. വായിക്കും. 6-ാം മണി നേരത്തും 9-ാം മണി നേരത്തും ചെന്ന് 9-ാം മണി നേരം എത്രയാ? ഉച്ച കഴിഞ്ഞ് 3 മണി. ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് എവിടെ ജോലിക്ക് വിടുക? മുന്തിരിത്തോട്ടത്തിന്. വായിക്കും. ചെയ്തു. 11-ാം മണി നേരത്ത് 5 മണി. 11-ാം മണി നേരം എത്ര? വൈകുന്നേരം 5 മണി. 5 മണിക്ക് ജോലിക്ക് വിട്ടു. വായിക്കും. മറ്റു ചിലർ നിൽക്കുന്നത് കണ്ടിട്ട് കണ്ടോ? പകൽ മുഴുവനും മെനക്കെട്ട്. പകൽ മുഴുവൻ എന്ന് വെച്ചാൽ പകൽ എത്ര മണി വരെ ഉണ്ടെന്നാ? 6 മണി വരെ. അപ്പൊ അത്ര മണിക്കാ വിളിക്കുന്നത്? 11-ാം മണി 5 മണിക്ക്. പകൽ മുഴുവൻ ഒരു ജോലിയില്ലാതെ മെനക്കെട്ട് നിൽക്കുക. വായിക്കും. ചോദിച്ചു. അവരെ ആരും എന്ത് ചെയ്തു? ജോലിക്ക് വിളിക്കാത്ത കൊണ്ടെന്ന് അവർ പറഞ്ഞപ്പോൾ നിങ്ങളും മുന്തിരിത്തോട്ടത്തിൽ എന്ത് ചെയ്യണം? ചെല്ലുവിൻ. സന്ധ്യയായപ്പോൾ 6 മണിയായപ്പോൾ സന്ധ്യയായ ഉഷസ്സുമായി 1-ാം ദിവസം സന്ധ്യയായപ്പോൾ ഉടയവൻ വന്നു. പിൻപന്മാർ തുടങ്ങി മുൻപന്മാർ വരെ ആദ്യം കൂലി ആർക്കാ കൊടുത്തേ? 11-ാം മണി നേരത്ത് വന്നവർക്ക് ആദ്യം കൂലി കൊടുത്തത്. അവർക്ക് എത്ര കൊടുത്തു? 1 വെള്ളിക്കാശ് കൊടുത്തല്ലേ? അപ്പം നേരത്തെ തൊട്ട് രാവിലെ തൊട്ട് പണിതവർ ഓർത്ത് രാവിലെ തൊട്ട് നമ്മൾ പണിതല്ലേ? ഈ 1 മണിക്കൂർ പണിതവന് എന്ത് കിട്ടി? നമ്മളോട് പറഞ്ഞു കൊടുത്ത കൂലി അവർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് കൂടുതൽ കിട്ടുമെന്ന് വിചാരിച്ചു. വായിക്കും. അവർക്ക് 1 വെള്ളിക്കാശ് കൊടുത്തുള്ളൂ. പിറുപിറുത്തു. കണ്ടോ? ഈ പിൻപന്മാർ 1 മണി നേരം കണ്ടോ? 5 മണി തൊട്ട് 6 മണി വരെ മാത്രം പണിയെടുത്തു. പകലത്തെ ഭാരം മുതൽ രാവിലെ 9 മണി തൊട്ട് വൈകുന്നേരം എത്ര മണി വരെ? 6 മണി വരെ ജോലി എടുത്ത ഞങ്ങളെ അവരോട് സമനാക്കിയില്ലേന്ന് ചോദിച്ചു. ഞാൻ നിന്നോട് അന്യായം ചെയ്യുന്നില്ല. പറഞ്ഞൊത്തില്ലയോ? നിന്റെ വാങ്ങി പോയിക്കൊള്ളുക. ഹല്ലേലൂയ സ്തോത്രം. ഇതൊരു ഒരു ഉപമയാണ്. യേശു പറഞ്ഞ എന്താ? ഒരു ഉപമയാണ്. അപ്പൊ സന്ധ്യയായി ഉഷസ്സുമായി 1-ാം ദിവസം. അങ്ങനെ 3 രാവും 3 പകലും എന്ത് ചെയ്യണം? മനുഷ്യപുത്രൻ ഭൂമിക്കുള്ളിലിരിക്കണം. അപ്പൊ വെള്ളിയാഴ്ചയാണോ ക്രൂശിച്ചത്? അപ്പൊ വെള്ളിയാഴ്ച വെള്ളിയാഴ്ചയായിട്ടൊക്കെ ഇവർ ആരാധിക്കുന്നുണ്ട്. പെന്തക്കോസ്തുകാരൊക്കെ എന്നാ ഉപവസിക്കുന്നത്? അവരുടെ എല്ലാ ആഴ്ചയിലും ഉപവാസം തുടങ്ങുന്നത് ഏത് ദിവസമാണ്? വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച എന്തുകൊണ്ടാണ് വെള്ളിയാഴ്ച അവർ ഉപവസിക്കുന്നത്? യേശുവിനെ വെള്ളിയാഴ്ച ക്രൂശിച്ചുകൊണ്ടാണ് ഹല്ലേലൂയ സ്തോത്രം അവർ ഉപവസിക്കുന്നത്. യേശുവിനെ ശരിക്കും വെള്ളിയാഴ്ച ക്രൂശിച്ചു എന്ന് നമുക്ക് ബൈബിളിൽ നിന്ന് നമുക്ക് പഠിക്കാം. ഹല്ലേലൂയ സ്തോത്രം. മർക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 33 മുതൽ 39 വരെ വാക്യങ്ങൾ വായിച്ചാൽ 6-ാം മണി നേരമായപ്പോൾ കണ്ട 12 മണി തൊട്ട് 3-ാം മണി നേരം വരെ ദേശത്തൊക്കെ എന്ത് ചെയ്തു? അന്ധകാരമുണ്ടായി. 9-ാം മണി നേരത്ത് യേശു എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് അർത്ഥമുള്ള ഏലോഹി ഏലോഹി ലമ്മ ശബത്കാനി എന്ന് ഉറക്കെ നിലവിളിച്ച് എന്ത് ചെയ്തു? അത്യുച്ചത്തിൽ എന്ത് ചെയ്തു? കർത്താവ് നമുക്ക് വേണ്ടി എന്ത് ചെയ്തു? ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ പാവങ്ങളെല്ലാം ചുമന്നുകൊണ്ട് ഇപ്പോൾ എവിടെ കിടക്കുന്നത്? ക്രൂശിൽ കിടക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. ക്രൂശിൽ കിടന്നുകൊണ്ട് എന്ത് ചെയ്തു? പ്രാണനം. ഹല്ലേലൂയ സ്തോത്രം. ക്രൂശിനെ കുറിച്ച് പറയുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് ഹല്ലേലൂയ സ്തോത്രം എല്ലാവരും കത്തോലിക്ക സഭയിലും മറ്റുള്ള സഭകളിലൊക്കെ എന്തുണ്ടോ വെച്ചിട്ടുണ്ടോ? അവര് യേശുവിനെ ക്രൂശിച്ച ക്രൂശ് എങ്ങനെയുള്ളതാണെന്ന് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഹല്ലേലൂയ സ്തോത്രം. എങ്ങനെയുള്ള ക്രൂശിലാണ് യേശുവിനെ ക്രൂശിച്ചേ? മരക്കുരിശിലാണ് എന്ത് ചെയ്തത്? ക്രൂശിച്ചത്. ഇനി മരക്കുരിശ് എങ്ങനെയുള്ള ക്രൂശാണ് എന്ന് അറിയാവോ ആർക്കെങ്കിലും? ഹല്ലേലൂയ. പച്ചമരത്തോട് ഇങ്ങനെ ചെയ്തല്ലേ? പച്ചമരത്തിലാണ് ക്രൂശിച്ചത്. ഹല്ലേലൂയ സ്തോത്രം. ലോകത്തിൽ അനേക ക്രൂശുകളുണ്ട്. അതിൽ ഏത് ക്രൂശിലാണ് ക്രൂശിച്ചെന്ന് ഇന്ന് വരെ ലോകത്തിൽ ആരും എന്ത് ചെയ്തിട്ടില്ല,
കണ്ടുപിടിച്ചിട്ടില്ല. ഞാൻ കുറച്ച് ക്രൂശ് അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണിക്കാം. ഇതൊരു കുരിശാണ്. ഇത് മരിയൻ ക്രോസ് എന്നാണ് പറഞ്ഞത്, മരിയൻ ക്രോസ്. അതുകൊണ്ട് ഇവിടെ ഒരു എം ഇട്ടേക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ഇത് അത് തന്നെ വേറൊരു കുരിശ്. ഇതൊരു കുരിശാണ്. ഹല്ലേലൂയ സ്തോത്രം. ഓരോന്നും അല്ലെങ്കിൽ ഏത് സൈസ് കുരിശിലാണ് ക്രിസ്തുവിനെ ക്രൂശിച്ചെന്നറിയില്ല. ഇതൊരു കുരിശാണ്. ഇത് പത്രോസിൻ്റെ ഹല്ലേലൂയ ക്രൂശിച്ച, പത്രോസിനെ തലകീഴെ ക്രൂശിച്ചെന്നാണ് ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം ലോകം വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ക്രൂശ് ഇങ്ങനെ കാണിച്ചേക്കുന്നത്, തലകീഴെ. അതായത് പത്രോസിൻ്റെ ക്രോസ് എന്നാണ്. പത്രോസിനെ ക്രൂശിച്ചിട്ടുണ്ടോ എന്ന് ബൈബിളിൽ തെളിവുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഓരോ ക്രൂശുകളാണ്. ഹല്ലേലൂയ സ്തോത്രം. ഇത് സെൻറ് തോമസ് ക്രൂശാണ്. ഹല്ലേലൂയ സ്തോത്രം. അത് തന്നെ സെൻറ് ആൻഡ്രോസിൻ്റെ ക്രൂസ്. ഹല്ലേലൂയ സ്തോത്രം. ഓർത്തഡോക്സ് ചർച്ചിൻ്റെ, റഷ്യൻ ഓർത്തഡോക്സ് ചർച്ചിൻ്റെ ക്രൂശാണ്. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. ഇതുപോലെ ഏത് ക്രൂശിലാണ് യേശുവിനെ ക്രൂശിച്ചെന്ന് തെളിവില്ല. ഹല്ലേലൂയ സ്തോത്രം. കണ്ടോളൂ എത്ര തരം ക്രൂശ് ഉണ്ടെന്ന് നോക്കിക്കോളൂ. ഇതാണ് സെറാമിസ് തമ്മൂസ് സൂര്യപുത്രൻ. ഹല്ലേലൂയ. അതൊരു ക്രൂശാണ് കണ്ടോ. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ അനേക ക്രൂശുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ഇതിലേത് ക്രൂശിലാണ് യേശുവിനെ ക്രൂശിച്ചെന്ന് ഹല്ലേലൂയ സ്തോത്രം ആർക്കും അറിയില്ല. ഹല്ലേലൂയ. ഇനി പത്രോസിനെ എങ്ങനെ ക്രൂശിച്ചെന്നാണ് പറഞ്ഞേ? പെന്തക്കോസ്തുകാരെ അവർ പ്രസംഗിക്കുന്ന പത്രോസിനെ എങ്ങനെ ക്രൂശിച്ചു? തലകീഴെ ക്രൂശിച്ചെന്ന്. യേശു എൻ്റെ നാഥനെ നേരെ ക്രൂശിച്ചുകൊണ്ട് എന്നെ എന്ത് ചെയ്യണം? തലകീഴെ ക്രൂശിക്കാനാണ് പറഞ്ഞെന്നാണ് പറഞ്ഞത്. ഹല്ലേലൂയ സ്തോത്രം. പത്രോസിനെ ക്രൂശിച്ചിട്ടുണ്ടോ? ഹല്ലേലൂയ സ്തോത്രം. 2 പത്രോസിന് എഴുതിയ ലേഖനം 1:13 വായിച്ചാട്ടെ. പത്രോസ് പറയാ കേട്ടോ, ഇവരെല്ലാം പറയുന്ന തലകീഴെ ക്രൂശിച്ചെന്നാ. ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന അല്ലെങ്കിൽ യേശുവിന്റെ അപ്പോസ്തലനായിരിക്കുന്ന പത്രോസ് പറയണ എങ്ങനെയാ പറയുന്നത്? ദൈവത്തിന്റെ പുത്രനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എനിക്ക് അറിവ് തന്നതുപോലെ എന്റെ കൂടാരം പൊളിഞ്ഞു പോകുവാൻ അടുത്തിരിക്കുന്നു എന്ന് അറിഞ്ഞിരിക്കയാൽ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം യുക്തമെന്ന് വിചാരിക്കുന്നു. കാരണം എന്റെ മരണശേഷവും എന്ത് ചെയ്യണം? എപ്പോഴും ഓർത്തുകൊള്ളണം. യേശു എങ്ങനെയുള്ള മരണം ഇവന് വരുമെന്നാ പറഞ്ഞെന്ന് അല്ലെങ്കിൽ ബൈബിളിൽ ഇവർ പറഞ്ഞത്. നമ്മുടെ കർത്താവായ യേശു എനിക്ക് അറിവ് തന്നതുപോലെ എന്റെ നിര്യാണകാലം അടുത്തെന്നാ പറഞ്ഞല്ലേ. അപ്പൊ കർത്താവ് ഇവന്റെ മരണത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുമല്ലോ ബൈബിളില്. യഹോവയുടെ പുസ്തകത്തിൽ വായിച്ചന്വേഷിച്ച് നോക്കുന്ന ഒന്നിനും ഇണയില്ലാതിരിക്കില്ല. അപ്പൊ യേശു പറഞ്ഞിട്ടുണ്ട്. ഇവൻ തന്നെയാ പറയുന്നത്, നമ്മുടെ കർത്താവായ യേശു എനിക്ക് എന്ത് ചെയ്തു? എന്റെ മരണത്തെക്കുറിച്ച് എനിക്ക് അറിവ് തന്നെന്നല്ലേ വിശുദ്ധ വേദപുസ്തകത്തിലുണ്ട്. യേശു ക്രിസ്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഹല്ലേലൂയ സ്തോത്രം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 21-ാം അധ്യായം 18-19 വാക്യങ്ങൾ വായിക്കുമ്പോൾ അറിയാം പത്രോസിനെ ഇവർ പറഞ്ഞ പോലെ തലകീഴെയാണോ ക്രൂശിച്ചെന്ന്. വായിച്ചട്ടെ. യേശു ഹല്ലേലൂയ സ്തോത്രം പത്രോസിനോട് പറയാണ്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, നീ യൗവനക്കാരനായിരുന്നപ്പോൾ എങ്ങനെ പോയി? നീ കഴിഞ്ഞ് തന്നെ അരകെട്ടി ഇഷ്ടമുള്ളിടത്ത് എന്ത് ചെയ്തു? നടന്നു. കണ്ടോ എങ്ങനെ മരിക്കുമെന്നാ യേശു പറഞ്ഞത്? പത്രോസ് എന്താ പറഞ്ഞത്? നമ്മുടെ കർത്താവ് എനിക്ക് അറിവ് തന്നതുപോലെ എന്നല്ലേ എന്റെ നിര്യാണ കാലഘട്ടം. അപ്പൊ വയസ്സ് ചെന്നവനായ ശേഷം നീ കൈ നീട്ടുകയും മറ്റൊരുത്തൻ നിന്റെ അരകെട്ടി നിന്നെ ഇഷ്ടമില്ലാത്തയിടത്തേക്ക്. ആമേൻ. അതിനാൽ അവൻ ഇന്നവിധം മരണം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുമെന്ന് അവൻ സൂചിപ്പിച്ചു. അങ്ങനെ അപ്പം തലകീഴാണോ ക്രൂശിച്ചേ? അപ്പൊ ഞാൻ ഒരു ക്രൂശ് കാണിച്ചല്ലോ. ഹല്ലേലൂയ സ്തോത്രം. എന്ത് ക്രൂശാ അത്? ഹല്ലേലൂയ സ്തോത്രം. പത്രോസിനെ ക്രൂശിച്ച ക്രൂശാണിത്. ഹല്ലേലൂയ. എങ്ങനെ ക്രൂശിച്ചേക്കുന്നത് കാണാവോ? തലകീഴെ അല്ലേ? അങ്ങനെ പത്രോസിനെ ക്രൂശിച്ചിട്ടുണ്ടോ? ഇല്ല. ഹല്ലേലൂയ സ്തോത്രം. പെന്തക്കോസ്തും കത്തോലിക്കയും CSIയും ഈ സഭകളെല്ലാം പോകുന്നത് ആരുടെ? മറ്റൊരു യേശുവിന്റെ പുറകെ. ആരുടെ പുറകെ പോണേ? മറ്റൊരു യേശുവിന്റെ പുറകെ പോണത്. അതുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം പത്രോസ് അങ്ങനെ എന്ത് ചെയ്തിട്ടില്ല. അവൻ നല്ലാണ്ട് വയസ്സ് എന്നവനായിട്ട് എന്ത് ചെയ്തു? മരിച്ചു. ഹല്ലേലൂയ സ്തോത്രം. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു. ദൈവത്തിന് സന്ധ്യയായ ഉഷസ്സുമായി 1-ാം ദിവസം, ദൈവത്തിന് ഒരു ദിവസം എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ മോശ അവർക്ക് കൽപ്പന കൊടുക്കാൻ, ഈ മാസം നിങ്ങൾക്ക് മാസങ്ങളുടെ ആരംഭമായി ആണ്ടിൽ 1-ാം മാസമായിരിക്കണം. ഈ മാസം 10-ാം തീയതി അതത് കുടുംബത്തിന് ഒരു ആട്ടിൻകുട്ടി വീതം എടുക്കണം. ആട്ടിൻകുട്ടിയെ ഭക്ഷിപ്പാൻ വീട്ടിലുള്ളവർ പോരായെങ്കിൽ ആളുകളുടെ എണ്ണത്തിന് ഒത്തവണ്ണം അവരും അവന്റെ വീടിനടുത്ത് അയൽക്കാരനും കൂടി അതിനെ എടുക്കണം. ഓരോരുത്തർ ഭക്ഷിക്കുന്നതിന് ഒത്തവണ്ണം കണക്കാക്കി ആട്ടിൻകുട്ടിയെ എടുക്കണം. ആട്ടിൻകുട്ടി ഊനമില്ലാത്തതായിരിക്കണം. 1 വയസ്സ് പ്രായമുള്ള ആയിരിക്കണം. അത് ചെമ്മരിയാടോ
ആകാം. ഈ മാസം 14-ാം തീയതി വരെ ഈ മാസം 14-ാം തീയതി വരെ അതിനെ എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. ഇസ്രായേൽ സഭയുടെ കൂട്ടമെല്ലാം സന്ധ്യാസമയത്ത് അതിനെ അറക്കണം. എപ്പോഴാ അറക്കേണ്ടത്? പെസഹ എപ്പോഴാ ആചരിക്കേണ്ടത്? സന്ധ്യാസമയത്ത് എന്ത് ചെയ്യണം? അതിനെ അറക്കണം. വായിക്കും. യേശു എപ്പോഴാ മരിച്ചെന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ് ഞാൻ പഠിപ്പിച്ചു വരാൻ പോകുന്നത്. വായിച്ചോ. അതിന്റെ രക്തം കുറെ എടുത്ത് ഞങ്ങൾ ഭക്ഷിക്കുന്ന വീടുകളുടെ പട്ടണക്കാർ രണ്ടിന്മേലും കുറുമ്പടിമേലും ആ രക്തം എന്ത് ചെയ്യണം? പുരട്ടണം. അന്ന് രാത്രിയിൽ അവർ തീയിൽ ചുട്ടതായ പെസഹ എപ്പോഴാ കഴിക്കേണ്ടത്? രാത്രിയില കഴിക്കും. കയ്പ് ചീരയോടുകൂടെ അത് ഭക്ഷിക്കണം. എല്ലാം എന്ത് ചെയ്യണം? ചുട്ട് കളയണം. വായിക്കും. ഭക്ഷിക്കരുത്. ഒന്നും ശേഷിപ്പിക്കരുത്. ചുട്ട് കളയണം. അരകെട്ടിയും കാലിന് ചെരുപ്പിട്ടും കൊണ്ട് തിടുക്കത്തോടെ നിങ്ങൾ എന്ത് ചെയ്യണം? ഭക്ഷിക്കണം. ഇസ്രായേൽ ജനത്തിന്റെ പുറപ്പാടിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇത് വലിയ ശബത്തുണ്ട്. വലിയ ശബത്ത് എത്ര ദിവസമാണ് തുടങ്ങുന്നത്? ഒരു ആഴ്ച മുഴുവനുമാണ് ശബത്ത് തുടങ്ങുന്നത് കേട്ടോ. അതാണ് വർഷത്തിൽ ഒരിക്കലാണ് ആ ശബത്തുള്ളത്. അപ്പോൾ കർത്താവിനെ ക്രൂശിക്കുമ്പോൾ അത് വലിയ ശബത്തായിരുന്നു. അപ്പോൾ ഹല്ലേലൂയ സ്തോത്രം. ആ ശബത്ത് വലിയതായിരുന്നുണ്ട്. അതിനെക്കുറിച്ചും എന്തുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ വേദഭാഗം നിങ്ങളെ പഠിപ്പിച്ചെന്ന് ഞാൻ പറഞ്ഞു തരാം. ഹല്ലേലൂയ സ്തോത്രം. 12:26 കൂടെ ഒന്ന് വായിച്ചാലോ പുറപ്പാട് പുസ്തകം. ഈ കർമ്മം എന്നിട്ട് മോശ പറയണേ, ഈ കർമ്മം എന്ത് ഇപ്പം ചെയ്തില്ലേ? പെസഹ കുഞ്ഞിനെ അർത്ഥില്ലേ? ഈ കർമ്മം എന്തെന്ന് ഇവിടെ ശ്രദ്ധിച്ചിരിക്കും. ഈ കർമ്മം എന്തെന്ന് നിങ്ങളുടെ മക്കൾ നിങ്ങളോട് ചോദിക്കുമ്പോൾ, മിസ്രയീമിനെ ദണ്ഡിപ്പിക്കുമ്പോൾ ഇത് പെസഹയാഗമാകുന്നെന്ന് എന്ത് ചെയ്യണം? നിങ്ങളുടെ മക്കൾ ചോദിക്കും, എന്തിനാ ഇങ്ങനെ എന്ത് ചെയ്തു? 4 ദിവസം ഒരു ആടിനെ സൂക്ഷിച്ചല്ലേ? അർത്ഥം എന്ത്? രാത്രിയിൽ എന്തിനാ അർത്ഥം? എന്തിനാ ചോദിക്കുന്നത്? അങ്ങനെ ചോദിക്കുമ്പോൾ ഒരു വർഷം തോറും ഇത് ചെയ്യണമെന്നാ പറഞ്ഞല്ലേ? അല്ലെങ്കിൽ ആണ്ടിലൊരിക്കൽ എന്തുണ്ട്? വലിയ ശബത്തുണ്ട്. ആ ശബത്തിൽ എന്ത് ചെയ്യണം? ഇത് ചെയ്യണം. അത് ഹല്ലേലൂയ സ്തോത്രം. 13:6 മുതൽ കണ്ടോ? എത്ര ദിവസം ഇത്? ഈ വലിയ ശബത്ത് എത്ര ദിവസമാണ്? 7 ദിവസം. അപ്പം 7 ദിവസം നീ പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കണം. 7-ാം ദിവസം യഹോവയ്ക്ക് ഉത്സവം ആചരിക്കണം. 7 ദിവസം പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കണം. നിന്റെ പക്കൽ പുളിപ്പുള്ള അപ്പം ഒന്നും എന്ത് ചെയ്യരുത്? കാണരുത്. കാണരുത്. ഞാൻ ഇസ്രായേലിൽ നിന്ന് പുറപ്പെടുമ്പോൾ യഹോവ എനിക്ക് വേണ്ടി ചെയ്ത കാര്യം നിമിത്തം ആകുന്നു ഇങ്ങനെ ചെയ്യുന്നത് എന്ന് നീ ആ ദിവസത്തിൽ നിന്റെ മകനോട് അറിയിക്കണം. യഹോവയുടെ ന്യായപ്രമാണം നിന്റെ വായിൽ ഉണ്ടായിരിക്കേണ്ടതിന് ഇത് നിനക്ക് നിന്റെ കൈമേൽ അടയാളമായിരിക്കണം. നിന്റെ കണ്ണുകളുടെ നടുവിൽ ജ്ഞാപകമായിരിക്കണം. ജ്ഞാപക ലക്ഷ്യമായും ഇരിക്കണം. ബലമുള്ള കൈകൊണ്ടല്ലോ യഹോവ ഇസ്രായേലിൽ നിന്ന് പുറപ്പെടുവിച്ചത്. അതുകൊണ്ട് നീ ആണ്ടുതോറും നിശ്ചയിക്കപ്പെട്ട സമയത്ത് കണ്ടത്? ആണ്ടുതോറും നിശ്ചയിക്കപ്പെട്ട സമയത്ത്. ഈ വലിയ ശബത്ത് എപ്പോഴാ? 7 ദിവസം ഈ പുളിപ്പില്ലാത്ത അപ്പം ചുടുന്ന എപ്പോഴാ? ആണ്ടുതോറും നിശ്ചയിക്കപ്പെട്ട സമയത്ത് എന്ത് ചെയ്യണം? ഇത് ചട്ടം ആചരിക്കണം. ഹല്ലേലൂയ സ്തോത്രം. 23:14 മുതൽ വായിച്ചത്. സംവത്സരത്തിൽ 3 പ്രാവശ്യം 3 പ്രാവശ്യം വർഷത്തിൽ എന്ത് ചെയ്യണം? ഉത്സവം ആചരിക്കണം. കണ്ടോ? പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ ഉത്സവം ആചരിക്കണം. ഞാൻ നിന്നോട് കൽപ്പിച്ചതുപോലെ നിശ്ചയിച്ച സമയത്ത് 7 ദിവസം പുളിപ്പില്ലാത്ത അപ്പം തിന്നുക. 7 ദിവസം എന്ത് ചെയ്യണം? അപ്പൊ 7 ദിവസം ഈ പുളിപ്പില്ലാത്ത അപ്പം തിന്നേണ്ട സമയത്താണ് ആരെ പിടിക്കുന്നത്? യേശുവിനെ പിടിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ടാണ് അവർ വേഗത്തിൽ എന്ത് ചെയ്തത്? അവന്റെ കാൽ ഒടിച്ചെടുക്കണമെന്ന് പറഞ്ഞതല്ലേ? ഹല്ലേലൂയ സ്തോത്രം. അത് ഏത് ദിവസമാണ് കാൽ ഒടിച്ചെടുക്കാൻ പറഞ്ഞതെന്നും ഹല്ലേലൂയ സ്തോത്രം ഏത് ദിവസമാണ് അല്ലെങ്കിൽ കല്ലറയിൽ വെച്ചതെന്നൊക്കെ നമുക്ക് ഇനി പഠിക്കാം. ഹല്ലേലൂയ സ്തോത്രം. അതിന്റെ 17 വരെ വായിക്കും. വെറും കൈയോടെ ആരും ദൈവത്തിന്റെ മുമ്പാകെ എന്ത് ചെയ്യരുത്? വരരുത്. ഒരുക്കപ്പെരുന്നാൾ. എന്നാ പെരുന്നാളാ? ഒരുക്കപ്പെരുന്നാൾ. അതായത് ഈ വലിയ ശബത്തിന്റെ ഒരുക്കപ്പെരുന്നാൾ. 7 ദിവസം പുളിപ്പില്ലാത്ത അപ്പം ചുടുന്നില്ലേ? അതിന് ഒരു ഒരുക്ക ദിവസമുണ്ട്. വായിച്ചാൽ 17 വരെ ആചരിക്കണം. 3 പ്രാവശ്യം വർഷത്തിൽ എന്ത് ചെയ്യണം? ആണുങ്ങളൊക്കെ ഇവിടെ ചെല്ലണം, വരണം. ഹല്ലേലൂയ സ്തോത്രം. 34:18 കൂടെ വായിച്ചാട്ടെ.
പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ ഉത്സവം നീ എന്ത് ചെയ്യണം? ആചരിക്കണം. ആ ആബീബ് മാസത്തിൽ നിശ്ചയിച്ച സമയത്ത് 7 ദിവസം എന്ത് ചെയ്യണം? കണ്ടോ, ഇത് ഒരു നിശ്ചയിച്ച സമയമുണ്ട്. വർഷത്തിൽ എത്ര പ്രാവശ്യം ഹല്ലേലൂയ ഉത്സവം ആചരിക്കണം? 3 പ്രാവശ്യം. ഹല്ലേലൂയ വലിയ ശബത്ത് എത്ര ദിവസം? അത് ആബീബ് മാസത്തിൽ എന്ത് ചെയ്യണം? നിശ്ചയിച്ച സമയത്ത് ആചരിക്കണം. ഹല്ലേലൂയ സ്തോത്രം. അപ്പൊ മനസ്സിലായില്ലേ, ഇത് ന്യായപ്രമാണം ഹല്ലേലൂയ കൊടുത്തതാണ്. ഹല്ലേലൂയ സ്തോത്രം. അപ്പൊ ആ ന്യായപ്രമാണത്തിന്റെ അവസാനം ആരാ? ക്രിസ്തു. ആ ക്രിസ്തു പറഞ്ഞ യോനയുടെ അടയാളമല്ലാതെ വേറൊരു അടയാളമില്ല. അപ്പം ഹല്ലേലൂയ സ്തോത്രം. ആ യോനയുടെ അടയാളം 3 രാവും 3 പകലും കടലാനയുടെ വയറ്റിൽ ഇരുന്ന പോലെ മനുഷ്യപുത്രം ഭൂമിക്കുള്ളിൽ എന്ത് ചെയ്യണം? ഇരിക്കണം. 3 രാവും 3 പകലും. ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 23 അധ്യായം 54 മുതൽ 56 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ. അന്ന് ഒരുക്കനാളായിരുന്നു. ഒരുക്കനാൾ എന്ന് പറയുന്നത് ഹല്ലേലൂയ സ്തോത്രം വലിയ ശബത്തിന്റെ ഒരുങ്ങാൻ വേണ്ടിയുള്ള ദിവസമാണ് ഒരുക്കനാൾ. ഒരുക്കനാൾ എന്ന് പറയുന്നത് എന്നാ? ബുധനാഴ്ചയാണ്. ഹല്ലേലൂയ സ്തോത്രം. ശബത്ത് എന്നാ ആരംഭിക്കുന്നത്? വ്യാഴാഴ്ച തൊട്ട് ആരംഭിക്കും കേട്ടോ. പെസഹ തൊട്ട് ശബത്താണ്. ഹല്ലേലൂയ. അപ്പോ വലിയ ഹല്ലേലൂയ ശബത്തായതുകൊണ്ട് എന്ത് ചെയ്തു? ഒരുക്കനാൾ ആയിരുന്നു. ശബത്തു ആരംഭിക്കുകയാണ്. ശബത്ത് എന്ത് ചെയ്യുന്നു? സന്ധ്യയായ ഉഷസ്സുമായി 1-ാം ദിവസം സന്ധ്യ തുടങ്ങുക. അപ്പൊ അത് ഒരുക്കമായിരുന്നു. വായിച്ചേക്കാം. അവനോട് കൂടെ വന്ന സ്ത്രീകളും പിന്നാലെ ചെന്ന് കല്ലറിയും അവനെ വെച്ച വിധവും കണ്ടിട്ട് എന്ത് ചെയ്തു? മടങ്ങിപ്പോയി ഒരുക്കി. ശബത്തിൽ അവരെന്ത് ചെയ്തു? സ്വസ്ഥമായിരുന്നു. മർക്കോസിന്റെ സുവിശേഷം 15:42 വായിച്ചാൽ. വൈകുന്നേരമായപ്പോൾ കണ്ട, ശബത്തിന്റെ തലേനാളായ ഒരുക്കനാൾ. ശബത്ത് എന്നാ ആരംഭിക്കുന്നത്? വ്യാഴാഴ്ച. തലേനാളായ ഒരുക്കനാൾ ആകൊണ്ട് ശ്രേഷ്ഠമന്ത്രിയും ദൈവരാജ്യത്തെ കാത്തിരുന്നവനുമായ യോസേഫ് വന്ന് ധൈര്യത്തോടെ പിലാത്തോസിന്റെ അടുക്കൽ ചെന്ന് യേശുവിന്റെ ശരീരം ചോദിച്ചു. അവൻ മരിച്ചു കഴിഞ്ഞുവോ എന്ന് പിലാത്തോസ് ആശ്ചര്യപ്പെട്ട് ശതാധിപനെ വിളിച്ച് അവൻ മരിച്ചിട്ട് ഒട്ടു നേരമായോ എന്ന് ശതാധിപനോട് വസ്തുത ചോദിച്ചറിഞ്ഞിട്ട് ഉടനെ യോസേഫിന് നൽകി. അവൻ ഒരു ശീല വാങ്ങി അവനെ ഇറക്കി ശീലയിൽ ചുറ്റി പൊതിഞ്ഞ് പാറയിൽ വെട്ടിയിട്ടുള്ള കല്ലറയിൽ വെച്ചു. മതി. പാറയിൽ വെട്ടിയിട്ടുള്ള കല്ലറയിൽ എന്ത് ചെയ്തു? യേശുവിനെ വെച്ചു. യോഹന്നാന്റെ സുവിശേഷം 18:28 കൂടെ വായിച്ചാൽ. പുലർച്ചയ്ക്ക് എന്ന് ബുധനാഴ്ച പുലർച്ചയ്ക്ക് കേട്ടോ യേശുവിനെ പിടിച്ച് കയ്യപ്പാവിന്റെ അടുത്ത് കൊണ്ടുപോയി. കേട്ടോ, കേൾക്കണം. യഹൂദന്മാർ അശുദ്ധമാകാതെ കേട്ടോ. പെസഹ എന്നാ? വ്യാഴാഴ്ച. തങ്ങൾ അശുദ്ധമാകാതെ പെസഹ കഴിപ്പാൻ തക്കവണ്ണം അവരൊന്നും അകത്ത് കടന്നില്ല. ആര് കടന്നില്ല? അപ്പൊ യേശുവിനെ എന്നാ പിടിച്ചത്? ഇവര് പറയുന്നത് വെള്ളിയാഴ്ച പിടിച്ച് ക്രൂശിച്ചെന്നല്ലേ അല്ലേ? അപ്പൊ യേശുവിനെ എന്നാ പിടിച്ചത്? ബുധനാഴ്ച പിടിച്ചു. അവര് അശുദ്ധമാകാതെ പെസഹ കഴിക്കണം. അതുകൊണ്ട് എന്ത് ചെയ്തു? ആസ്ഥാനത്തേക്ക് എന്ത് ചെയ്യില്ല? യഹൂദന്മാര് കടന്നില്ല. ഇനി യോഹന്നാന്റെ സുവിശേഷം 19:14 കൂടെ ഒന്ന് വായിച്ചാൽ. കണ്ട, പെസഹയുടെ ഒരുക്കനാൾ. പെസഹ എന്നാ വരുന്നേ? വ്യാഴാഴ്ച. പെസഹയുടെ ഒരുക്കനാൾ എന്നാ? ബുധനാഴ്ച. പെസഹയുടെ ഒരുക്കനാൾ ഏകദേശം 6-ാം മണി നാ. കണ്ടോ, പെസഹയുടെ ഒരുക്കനാൾ ഏകദേശം 6-ാം മണി നേരം. അപ്പം അവിടെ കറക്റ്റ് ടൈം പറയുന്നില്ല. 6-ാം മണി എത്ര? 12 മണി. 6-ാം മണി നേരം മുതൽ 9-ാം മണി നേരം വരെ എന്താ ദേശത്തൊക്കെ ഇരുട്ട്. അപ്പൊ ഈ സമയം കറക്റ്റ് പറയുന്നില്ല. ഏകദേശം 6-ാം മണി. അവിടെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് 6-ാം മണി നേരം മുതൽ 9-ാം മണി നേരം വരെ യേശുവിനെ ക്രൂശിച്ച സമയം അതാ. അപ്പൊ ഇവിടെ അതുകൊണ്ട് പറയാണ് ഏകദേശം എന്നാണ് പറഞ്ഞേക്കുന്നത്. കണ്ടോ, ഏകദേശം 6-ാം മണി നേരത്ത് അവൻ യഹൂദന്മാരോട് ഇതാ നിങ്ങളുടെ രാജാവ് എന്ന് പറഞ്ഞു. അവരോ കൊന്നുകളക എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു? ക്രൂശിക്കാൻ നിലവിളിച്ചു. നിങ്ങളുടെ രാജാവിനെ ഞാൻ ക്രൂശിക്കണോ എന്ന് പീലാത്തോസ് അവരോട് ചോദിച്ചു. അതിന് മഹാപുരോഹിതന്മാർ ഞങ്ങൾക്ക് കൈസരല്ലാതെ മറ്റൊരു രാജാവില്ല എന്ന് ഉത്തരം പറഞ്ഞു. ഹല്ലേലൂയ സ്തോത്രം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യേശുവിനെ എപ്പോഴാ? ചൊവ്വാഴ്ച രാത്രിക്ക് പിടിച്ച് രാവിലെ വരെ കാവലിൽ വെച്ച് ബുധനാഴ്ച എന്ത് ചെയ്തു? 12 മണിക്കാണ് എന്ത് ചെയ്യുന്നത്? ക്രൂശിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ഇതൊക്കെ തെളിവ് ഞാൻ പറയാം. ഇങ്ങനെ ചുമ്മാ പറയാൻ പറ്റില്ലല്ലോ. ബൈബിളിൽ എന്തുണ്ട്? എല്ലാത്തിനും തെളിവുണ്ട്. യഹോവയുടെ പുസ്തകത്തിൽ വായിച്ചന്വേഷിച്ച് നോക്കുന്ന ഒന്നിനും ഇണയില്ലാതിരിക്കില്ല. ഹല്ലേലൂയ സ്തോത്രം. പെസഹയുടെ ഒരുക്കനാൾ ഏകദേശം 6-ാം മണി നേരം ആയിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. മർക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 33-34 കൂടെ ഒന്ന് വായിച്ചു. 6-ാം മണി നേരമായപ്പോൾ 9-ാം മണി നേരത്തോളം കണ്ടോ, 6-ാം മണി നേരം തൊട്ട് 9-ാം മണി നേരം വരെ. ഇവിടെ ഉപദേശം എന്നാ പറഞ്ഞേക്കുന്നത്. കണ്ടോ, അവിടെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്.
അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? 6 മണി നേരം മുതൽ 9 മണി നേരം വരെ എന്ത് ചെയ്തു? ദേശത്തിൽ ഇരുട്ടുണ്ടായി. അല്ലെ യോഹന്നാൻ പറയാണ് പെസഹയുടെ ഒരുക്കനാൾ ഏകദേശം 6 മണി നേരം കേട്ടോ. അപ്പൊ കറക്റ്റ് 6 മണി നേരം അവർ ഏകദേശം പറഞ്ഞിരിക്കുകയാണ്. ഏകദേശം എത്ര സമയം ആയെന്ന് പറയും. അപ്പൊ ഏകദേശം പറഞ്ഞു ഇവിടെ കറക്റ്റ് ടൈമിൽ എത്ര പറഞ്ഞിരിക്കുന്നത്? 6 മണി നേരം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 19 അധ്യായം 31 മുതൽ 42 വരെ വായി. അന്ന് ഒരുക്കനാളും കണ്ടോ, ആ ശബത്ത് നാൾ എന്താ? ശബത്ത് നാൾ വലിയതുമായിരുന്നു. ഒരുക്കനാളും ശബത്ത് നാൾ എന്താ? വലിയതുമായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ഒരുക്കനാൾ എന്നാ ബുധനാഴ്ച, ശബത്ത് എന്നാ ഹല്ലേലൂയ. ശബത്ത് നാൾ തുടങ്ങുന്നത് വ്യാഴാഴ്ച തൊട്ട് ശനിയാഴ്ച വരെ എന്താ? ശബത്ത് നാൾ. അപ്പൊ വലിയതുമായിരുന്നു. കണ്ട, ശരീരങ്ങൾ ശബത്തിൽ എന്ത് ചെയ്യരുത്? ഈ ശവം കിട്ടോണ്ട് ആരെങ്കിലും പെസഹ കഴിക്കുമോ? വ്യാഴാഴ്ച അവർ പെസഹ കഴിക്കുമോ യഹൂദന്മാര്? പിറ്റേ ദിവസം പെസഹ കഴിക്കേണ്ടതായതുകൊണ്ട് യേശുവിനെ ക്രൂശിക്കേണ്ട അവിടുത്തെ ആ മണ്ഡപത്തിനകത്ത് ആരും കയറിയില്ല. യഹൂദന്മാർ അങ്ങനെ ഒന്നും കയറില്ല. അവര് 3 ദിവസം എങ്ങനെ ഉള്ളതായിരിക്കണം എന്ന് പറഞ്ഞേ. ഹല്ലേലൂയ സ്തോത്രം. അവർ കയറിയില്ല. വായിക്കേ. എന്ന് വെച്ച് അവരുടെ കാലൊടിച്ച് എടുക്കണം എന്ന് പറഞ്ഞ പീലാത്തോസിനോട് എന്ത് ചെയ്തു? അപേക്ഷിച്ചു. ആകയാൽ പടയാളികൾ വന്ന് അവൻ യേശുവിന്റെ അടുക്കൽ വന്ന് അവൻ മരിച്ചുപോയി എന്ന് കാണുകയാൽ അവന്റെ കാൽ ഒടിച്ചിട്ടില്ല. എങ്കിലും കുത്തി ഉടനെ രക്തവും വെള്ളവും നമുക്ക് വേണ്ടി എന്ത് ചെയ്തു? അവസാനത്തുള്ളി രക്തം വരെ എന്ത് ചെയ്തു? യേശു കർത്താവ് നമുക്ക് വേണ്ടി എന്ത് ചെയ്തു? ഹല്ലേലൂയ സ്തോത്രം. ഒഴുക്കിയിരിക്കുകയാണ്. ഹല്ലേലൂയ. വായിക്കും. ഇത് കണ്ടവൻ എന്ത് ചെയ്തു? സാക്ഷ്യം പറയുകയാണ്. ആ സാക്ഷ്യവും സത്യമാകുന്നു. വായിക്കും. നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് അവൻ സത്യമാണ് പറഞ്ഞതെന്ന് നമ്മൾ എന്ത് ചെയ്യണം? അറിയുന്നു. വായിക്കും. ഇത് സംഭവിച്ചു പറയുന്നു. ഹല്ലേലൂയ സ്തോത്രം. കണ്ട, അനന്തരം യഹൂദന്മാരെ പേടിച്ചിട്ട് യേശുവിന്റെ ഒരു ശിഷ്യനായിരുന്ന യോസേഫ് യഹൂദന്മാരെ പേടിച്ചിട്ട് എന്ത് ചെയ്തു? പീലാത്തോസിനോട് അനുവാദം ചോദിച്ചു. അനുവദിക്കാൻ അവൻ എന്ത് ചെയ്തു? അവന്റെ ശരീരം എടുത്ത് ആദ്യം കേട്ടോ, എപ്പോഴാ വെച്ചെന്ന് നോക്കണം. ആദ്യം രാത്രിയില് അവന്റെ അടുക്കൽ വന്ന നിക്കോദെമോസ്. യേശുവിന്റെ ശവം രാത്രിയിലാണോ വെച്ചത്? അല്ല, കല്ലറയിൽ എപ്പോഴാണ് വെച്ചെന്ന് ഞാൻ പഠിപ്പിച്ചു തരാം. രാത്രിയിൽ ആര് വരുന്നത്? ആദ്യം രാത്രി യോസഫിന്റെ അടുത്ത് വന്ന നിക്കോദെമോസും ഏകദേശം 100 റാത്തൽ 100 അകിലും കൊണ്ടുള്ള ഒരു കൂട്ട് കൊണ്ടുവന്ന് അവർ യേശുവിന്റെ ശരീരം എടുത്ത് എന്ത് ചെയ്തു? യഹൂദം. അപ്പൊ 100 റാത്തല് തൂക്കമുള്ള എന്ത് ചെയ്തു? അകിലും. ഇതെന്തിനാണെന്നറിയോ? യഹൂദന്മാരുടെ മര്യാദ പ്രകാരം ശവം അടക്കുമ്പോൾ എന്ത് ചെയ്യും? സുഗന്ധ ദ്രവ്യങ്ങളാലാണ് എന്ത് ചെയ്യുന്നത്? ആദ്യം എങ്ങനെയാ വരുന്നത്? രാത്രിയിലാണ് വരുന്നത്. യേശു എപ്പോഴാണ് ക്രൂശിക്കപ്പെട്ടത്? 6 മണി നേരം മുതൽ 9 മണി നേരം വരെ ദേശത്തെങ്കിലും ഇരുട്ടുണ്ടായി. യേശു ഏലി ഏലി ലമ്മ ശബത്നാനി എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു? ഉറക്കെ നിലവിളിച്ച് പ്രാണനെ വിട്ടു. ഉച്ച കഴിഞ്ഞ് എന്ത് ചെയ്തു? പ്രാണനെ വിട്ടിട്ട് ആ ശവം എന്ത് ചെയ്തു? പീലാത്തോസിന്റെ അടുത്ത് പോയി ചോദിച്ച് പീലാത്തോസ് എന്ത് ചെയ്തു? അനുവദിച്ച് ശവം എന്ത് ചെയ്തു? ഇറക്കി. എന്നിട്ട് ശവം ഇപ്പൊ എവിടെയായിരിക്കുന്നത്? യോസഫിന്റെ അടുത്തായിരിക്കുന്നത്. എവിടെ? യഹൂദന്മാരെ പേടിച്ചിട്ടാ. ശവം വെക്കാൻ പാടില്ല. അപ്പൊ യഹൂദന്മാരെ പേടിച്ചിട്ട് എന്ത് ചെയ്തു? യോസഫ് ശവം എന്ത് ചെയ്തു? അതായത് എവിടെ? നഗരത്തിന് പുറത്താണ് എന്ത് ചെയ്തിരിക്കുന്നത്? ക്രൂശിച്ചത്. യേശുവിനെ എവിടെയാ ക്രൂശിച്ചത്? നഗരത്തിന് പുറത്ത്. അപ്പം ഹല്ലേലൂയ സ്തോത്രം. യോസഫ് പോയി എന്ത് ചെയ്തു? ശവം വാങ്ങിക്കഴിഞ്ഞപ്പോൾ രാത്രിയിൽ ആരും വന്നു. അവൻ വന്നിട്ട് എന്ത് ചെയ്തു? യഹൂദന്മാരുടെ മര്യാദ പ്രകാരം ശവത്തിന് പെട്ടെന്ന് കൊണ്ട് നടക്കില്ല. അവരെന്ത് ചെയ്തു? സുഗന്ധവർഗ്ഗങ്ങളൊക്കെ ഇടാൻ തന്നെ ഒരുപാട് സമയം. ഇപ്പം യോസഫൊക്കെ മരിച്ചപ്പോഴും ഹല്ലേലൂയ സ്തോത്രം, അതുപോലെ തന്നെ യാക്കോബ് ഇവരൊക്കെ മരിച്ചപ്പോൾ അവർക്ക് സുഗന്ധവർഗ്ഗം ഇടാൻ തന്നെ എത്ര ദിവസം എടുത്തു അല്ലേ? അപ്പോൾ യേശുവിന്റെ ശരീരത്തിന്മേൽ എന്ത് ചെയ്തു? സുഗന്ധവർഗ്ഗം ഇടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? രാത്രിയിൽ ആര് വരുന്നത്? നിക്കോദെമോസ് വന്നിട്ട് എന്ത് ചെയ്തു? ഈ ഒരു കൂട്ടം മുഴുവനും ഇട്ടു. വായിച്ചാട്ടെ. ശീല പൊതിഞ്ഞു കെട്ടി ക്രൂശിച്ച സ്ഥലത്ത് തന്നെ ഒരു തോട്ടവും ആ തോട്ടത്തിൽ മുമ്പിൽ ആരെയും വെച്ചിട്ടില്ലാത്ത ഒരു
പുതിയ ഒരു കല്ലറ ഉണ്ടായിരുന്നു. ആ കല്ലറ സമീപമാകൊണ്ട് ആ കല്ലറ സമീപമാകൊണ്ട് അവർ യഹൂദന്മാരുടെ ഒരുക്കനാൾ കേട്ടോ, അവർ യഹൂദന്മാരുടെ ഒരുക്കനാൾ നിമിത്തം എന്നോട്ടാ വലിയ ശബ്ദം തുടങ്ങുന്നത്. വ്യാഴാഴ്ച രാവിലെ സന്ധ്യക്ക് പെസക അറക്കണം. അപ്പൊ രാവിലെ തൊട്ട് അവരെന്ത് ചെയ്യും? ഒരു വ്യാഴാഴ്ച രാവിലെ 6 മുതൽ വലിയ ശബ്ദം എന്ത് ചെയ്യുക ആരംഭിക്കുക. അപ്പൊ അവർക്ക് പെസക കഴിക്കണം അല്ലേ. അപ്പൊ അവരെ പേടിച്ചിട്ട് കേട്ടോണം, വായിച്ചാട്ടെ. യഹൂദന്മാരുടെ ഒരുക്കമാൾ നിമിത്തം യേശുവിനെ എന്ത് ചെയ്തു? അപ്പൊ എപ്പോഴാ കൊണ്ടുവച്ചത്? രാവിലെ, അതിരാവിലെ കൊണ്ടുവച്ചു. അതുകൊണ്ടാണ് യേശു എത്ര ചെയ്തത്? അതിരാവിലെ ഉയർത്തെഴുന്നേറ്റ്. ഇനി നിങ്ങൾ കൂട്ടി നോക്കിയാൽ 3 രാവും 3 പകലും ആയോ. വ്യാഴാഴ്ച ഒരു പകല്, പിന്നെ വ്യാഴാഴ്ച ഒരു രാത്രി, വെള്ളിയാഴ്ച ഒരു പകല്, വെള്ളിയാഴ്ച ഒരു രാത്രി, പിന്നെ ശനിയാഴ്ച ഒരു പകല്, ശനിയാഴ്ച ഒരു രാത്രി, ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച തുടങ്ങുന്നില്ല, അതിരാവിലെ എന്ത്. കാരണം ഇരുട്ടുള്ളപ്പോൾ തന്നെ അവർ അവിടെ ചെല്ലുമ്പോൾ എന്തില്ല? യേശുവിനെ ഇവിടെ ഏത് സമയത്ത് വെച്ചോ ആ സമയത്ത് യേശു എന്ത് ചെയ്തു? 3 രാവും 3 പകലും ആയോ. അപ്പൊ യേശുവിനെ എപ്പോഴാണ് കല്ലറ വെച്ചത്? വ്യാഴാഴ്ച രാവിലെ. എന്നാ ക്രൂശിച്ചത്? ബുധനാഴ്ച ക്രൂശിച്ചത്. അല്ലെ ക്രിസ്ത്യാനികളെ ഇത് കേൾക്കൂ, യേശുവിനെ ക്രൂശിച്ചത് ബുധനാഴ്ചയാ, അല്ലാതെ വെള്ളിയാഴ്ച എന്ത് ചെയ്തിട്ടില്ല? ക്രൂശിച്ചിട്ടില്ല. നിങ്ങൾ ബൈബിളിന് വിരുദ്ധമായി ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിന്റെ പുറകെ നിങ്ങൾ എന്ത് ചെയ്തു? ആ സാത്താനെയാണ് നിങ്ങൾ ആരാധിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ദിവസങ്ങൾ, കാലങ്ങൾ, ആണ്ടുകൾ, മാസങ്ങൾ ഇതൊന്നും എന്ത് ചെയ്യണ്ട, പ്രമാണിക്കണം. നിങ്ങൾ ഈ വലിയ നോയമ്പ് ചെയ്യുന്നതെല്ലാം തെറ്റാ. അതുകൊണ്ട് നിങ്ങൾക്ക് നിത്യജീവൻ കിട്ടത്തില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? മടങ്ങി വരണം. നിങ്ങൾ എത്ര നോമ്പ് നോറ്റാലും, ഹല്ലേലൂയ സ്തോത്രം, എത്ര ക്രൂശ് എടുത്താലും, ഹല്ലേലൂയ സ്തോത്രം, യേശുവിനെ ക്രൂശിച്ച ക്രൂശാവിൽ എന്റെ ക്രൂശ് എടുത്തിട്ട് പിന്നാലെ വരാൻ പറഞ്ഞ യേശുവിന്റെ കഷ്ടത സഹിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? യേശുവിന്റെ പിന്നാലെ വരാനാ പറഞ്ഞത്. ഹല്ലേലൂയ സ്തോത്രം. ബുധനാഴ്ച ക്രൂശിച്ചെന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവും കൂടെ ഞാൻ പറയാം. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 1 മുതലുള്ള 5 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ കണ്ട. പെസക എന്ന വ്യാഴാഴ്ച, പെസക പെരുന്നാളിന് മുമ്പേ. അപ്പൊ ഏത് ദിവസമാ? ബുധനാഴ്ചയാണല്ലോ. പെസക പെരുന്നാളിന് മുമ്പേ യേശു പറയാം, താൻ ഈ ലോകം വിട്ട് പിതാവിന്റെ അടുത്തേക്ക് പോകുവാനുള്ള നാഴിക വന്നു എന്ന് യേശു അറിഞ്ഞു. ബുധനാഴ്ച താൻ മരിക്കുമെന്ന് ആർക്കറിയാം? യേശുവിനറിയാം. പെസകായ്ക്കുള്ള എന്ത് ചെയ്യാൻ പറ്റില്ല? ക്രൂശിക്കാൻ പറ്റില്ല. ഹല്ലേലൂയ, ക്രൂശിച്ച യഹൂദന്മാരുടെ നിയമം അനുസരിച്ച് എന്താ? അവര് ആ രക്തത്തിന് കണക്ക് പറയണം അല്ലേ. ഹല്ലേലൂയ. അപ്പൊ പെസകയുടെ എന്നാണോ ക്രൂശിച്ചേ? പെസക യേശു തന്നെ പറഞ്ഞു, പെസക പെരുന്നാളിന് മുമ്പേ താൻ ഈ ലോകം വിട്ട് പിതാവിന്റെ അടുത്ത് പോകുമെന്ന് യേശു അറിഞ്ഞിട്ട്. വായിക്കേ, 5 വരെ വായിക്കേ. അവസാനത്തോളം അവരെ സ്നേഹിച്ചു. തോന്നിച്ചു കൊണ്ട് പിശാചിന്റെ ഒരു ആഴമാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇസ്രായേൽ ജനത്തെ എണ്ണി നോക്കുവാൻ എന്ത് ചെയ്തു? ദാവീദിന്റെ ഹൃദയത്തിൽ തോന്നിച്ചു. ഇസ്കോരിയത്തിന്റെ ഹൃദയത്തിൽ എന്ത് ചെയ്തു? തോന്നിച്ചു. പിശാചിന്റെ ആഴങ്ങൾ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ ഇവർക്ക് പ്രസംഗിക്കുന്ന മറ്റൊരു യേശുവിനെ ഇവരെന്ത് ചെയ്യുക? അവർക്ക് തോന്നിപ്പിക്കുക. അത് കൊരിന്ത്യയിലുള്ള സഭയോട് പൗലോസ് പറയാൻ നിങ്ങൾ എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ നിങ്ങൾ എന്ത് ചെയ്യരുത്? അനുവദിക്കരുത്. ഇത് 3-ാം നൂറ്റാണ്ട് മുതൽ മറ്റൊരു യേശുവിനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ഹല്ലേലൂയ, സ്തോത്രം. അനുവദിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. അവൻ വെള്ളിയാഴ്ച മരിച്ചു. അവന് ദൈവം നടിച്ചിരിക്കുന്നു. അവന്റെ പേര് യേശുവാ. അവൻ വെള്ളിയാഴ്ച മരിച്ചത്. നമ്മുടെ യേശു വെള്ളിയാഴ്ച മരിച്ചോ? ഇല്ല. ഹല്ലേലൂയ, സ്തോത്രം. വായിച്ചാട്ടെ. കണ്ട, താൻ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നു എന്നും ദൈവത്തിന്റെ അടുക്കൽ പോകുന്നു എന്നും ദൈവത്തിന്റെ അടുക്കൽ പോകുന്നു എന്നും യേശു അറിഞ്ഞിരിക്കെ. കേട്ടോ, യേശു അറിഞ്ഞായിരുന്നു എന്നേ പോകുന്നു, പെസഹയ്ക്ക് മുമ്പേ പോകുന്നു. അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റ് തുടങ്ങി. മതി. മർക്കോസിന്റെ സുവിശേഷം 16:9 നമ്മൾ വായിച്ചാൽ കണ്ട. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ എന്നാ? ഞായറാഴ്ച. കണ്ടോ, എന്നാ ഉയർത്തെഴുന്നേറ്റ്? അതിരാവിലെ കല്ലറയ്ക്ക് ഇരുട്ടുള്ളപ്പോൾ തന്നെ അവിടെ ചെല്ലുമ്പോൾ അവിടെ ആരില്ല. അപ്പൊ സ്ത്രീയെ, നീ എന്തിനാ അവിടെ നിൽക്കുന്നേ അല്ലേ? താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റെന്നാ പറഞ്ഞേ. താൻ എങ്ങനെയാ പറഞ്ഞേ? 3 രാവും 3 പകലും മനുഷ്യപുത്രൻ എവിടെ ഇരിക്കണം? ഭൂമിക്കുള്ളിൽ ഇരിക്കണം. ഇനി ഒരു കാര്യം കൂടെ നടക്കാൻ പോവാ. അത് നടന്നുകൊണ്ടിരിക്കുക. ഒരു കാര്യം നടന്നു. യോനായുടെ അടയാളമല്ലാതെ ആ അടയാളം എന്ത് ചെയ്തു? ഇനി ഒരു അടയാളം പറഞ്ഞിട്ട് പോയി. എന്താ? നോഹയുടെ കാലത്ത് സംഭവിച്ചു തന്നെ മനുഷ്യപുത്രന്റെ വരവിലും സംഭവിക്കും. ഹല്ലേലൂയ, സ്തോത്രം. ഇപ്പോൾ നമ്മൾ ഈ സത്യം പ്രസംഗിക്കുക. ആര് ഏറ്റെടുക്കുന്നവരെന്ത് ചെയ്യും? നോഹയുടെ കാലത്ത് 8 പേരാ. ഈ വചനം ഏറ്റെടുക്കുന്നവർ എന്ത് ചെയ്യും? നിത്യജീവൻ അവകാശികളാകും. അവർ യേശുവിന്റെ നാമത്തിൽ പിതാവിനെ എന്ത് ചെയ്യും? ആരാധിക്കും. യേശു പറയും, ഹല്ലേലൂയ, അതിന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ കടന്നു വരാൻ പറയും. ഹല്ലേലൂയ, സ്തോത്രം. അല്ലാത്തവരൊക്കെ എങ്ങോട്ട് പോകും?
ഹല്ലേലൂയ സ്തോത്രം. മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുന്നവർ മറ്റൊരു യേശുവിനെ തങ്ങളൊക്കെ കാട്ടിൽ ഇരട്ടിച്ച നരകയോഗ്യരാക്കി വലിച്ചുകൊണ്ട് പോകുന്നവരുടെ പുറകെ പോകുന്നവർ എങ്ങനെയായിത്തീരും? അല്ലെ, നരകത്തിലേക്കുള്ള വഴി എങ്ങനെയാന്ന് പറഞ്ഞേ? വിശാലമായ വഴിയാണ്. ഈ സത്യത്തിലേക്കുള്ള വഴിയോ ഇടുക്കവും ഞെരുക്കവും അതിലേക്ക് വരാൻ കടന്നു വരുമോ ചുരുക്കം പേര് മാത്രമേ സത്യം ഏറ്റെടുക്കുള്ളൂ. അവരെന്ത് ചെയ്യും? അവർ കർത്താവിന്റെ നാമത്തിൽ ദൈവത്തെ ആരാധിച്ച് ഹല്ലേലൂയ സ്തോത്രം കർത്താവിന്റെ വരവിൽ അവർ എവിടെ ഉണ്ടാവും? ഹല്ലേലൂയ സ്വർഗ്ഗരാജ്യത്തിലുണ്ടാകും. ഹല്ലേലൂയ സ്തോത്രം. വായിച്ചാട്ടെ മത്തായിയുടെ സുവിശേഷം 27 അധ്യായം 57 മുതൽ വായിച്ചാട്ടെ. സന്ധ്യയായപ്പോൾ അരിമത്യക്കാരനായ യോസേഫ് എന്ന ധനവാൻ താനും യേശുവിന്റെ ശിഷ്യനായിരിക്കയാൽ വന്ന് പീലാത്തോസിന്റെ അടുക്കൽ ചെന്ന് യേശുവിന്റെ ശരീരം ചോദിച്ചു. പീലാത്തോസ് അത് ഏൽപ്പിച്ചു കൊടുക്കാൻ കൽപ്പിച്ചു. യോസേഫ് ശരീരം എടുത്ത് നിർമ്മല ശീലയിൽ പൊതിഞ്ഞ് താൻ പാറയിൽ വെട്ടിച്ചിരുന്ന തന്റെ പുതിയ കല്ലറയിൽ വെച്ചു. കല്ലറയുടെ വാതിക്കൽ ഒരു വലിയ കല്ല് ഉരുട്ടി വെച്ചിട്ട് പോയി. കല്ലറയ്ക്ക് മീതെ മദ്ദലക്കാരത്തി മറിയും മറ്റേ മറിയും ഇരുന്നിരുന്നു. ഒരുക്കനാളിന്റെ പിറ്റേ ദിവസം മഹാപുരോഹിതന്മാരും പരീശന്മാരും പീലാത്തോസിന്റെ അടുക്കൽ വച്ചെന്നു കൂടി. കേട്ടോണം, ഒരുക്കനാളിന്റെ പിറ്റേ ദിവസം. നമ്മളിപ്പോ പറഞ്ഞെങ്ങനെ ഒരുക്കനാള്? ഹല്ലേലൂയ സ്തോത്രം. അതിന്റെ പിറ്റേ ദിവസം എന്ന് വരും? വ്യാഴാഴ്ച. ഒരുക്കനാളിന്റെ പിറ്റേ ദിവസം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ശ്രദ്ധിച്ച് കേട്ടോണം. ഒന്നുകൂടെ അത് വായിച്ചേ. ഒരുക്കനാളിന്റെ പിറ്റേ ദിവസം മഹാപുരോഹിതന്മാരും പരീശന്മാരും കേട്ടോ, ആരൊക്കെയാ പോകുന്നത്? മഹാപുരോഹിതന്മാരും പരീശന്മാരും പീലാത്തോസിന്റെ അടുക്കൽ ചെന്നിട്ട് എങ്ങനെയാ വിളിക്കുന്നത്? പീലാത്തോസിനെ യജമാനനെ. ആ ചതിയൻ ജീവനോടെ ഇരിക്കുമ്പോൾ കേട്ടോ 3 നാൾ കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യും? ഉയർത്തെഴുന്നേക്കും പറഞ്ഞ പ്രകാരം ഞങ്ങൾക്ക് എന്ത് ചെയ്തു? 3 ദിവസം കഴിയുമ്പോൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ആര് പറഞ്ഞു? ഈ 12 പണി ഞാൻ 3 ദിവസം കഴിയുമ്പോൾ എന്ത് ചെയ്യും? അത് പൊളിച്ചാൽ ഞാൻ എന്ത് ചെയ്യും? പണിയെന്ന് പറഞ്ഞല്ലേ. പിന്നെ 3-ാം ദിവസം ഞാൻ എന്ത് ചെയ്യും? ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ഇവർക്ക് ആർക്കും ഓർമ്മ വന്നു? യഹൂദന്മാർക്ക് ഓർമ്മ വന്നു. വായിക്കും. അവന്റെ ശിഷ്യന്മാർ ചെന്നിട്ട് എന്ത് ചെയ്യുന്നു? വ്യാഴാഴ്ച വെച്ചിരിക്കുന്നല്ലേ? വ്യാഴാഴ്ച അതിരാവിലെ വെച്ചു. അപ്പം ശിഷ്യന്മാർ അവർ ചെന്നിട്ട് മോഷ്ടിച്ചിട്ട് പറയുകയും കേട്ടോ എത്ര ദിവസം വരെ പിന്നെ കല്ലറ ഉറപ്പാക്കണം? 3 ദിവസം വരെ. വ്യാഴാഴ്ച രാവിലെ പോയി പറയുക. 3 ദിവസം വരെ എന്ത് ചെയ്യണം? കല്ലറ ഉറപ്പാക്കിക്കോണം. കാരണം അവൻ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞാൽ എന്തായി തീരുമെന്ന് പറഞ്ഞേ? മുമ്പിലത്തെ കാര്യം. ഹല്ലേലൂയ സ്തോത്രം. വായിച്ചാട്ടെ. കാവൽക്കൂട്ടത്തെ പട്ടാളത്തെ തരാം. നിങ്ങളാൽ ആവോളം എന്ത് ചെയ്തോ? ഉറപ്പിച്ചു കൊള്ളാൻ പറഞ്ഞു. കണ്ട എന്നാ ഉറപ്പാക്കിയത്? വ്യാഴാഴ്ച. കേട്ടോ, വ്യാഴാഴ്ച തന്നെ യഹൂദന്മാർ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുന്ന ആൾക്ക് അവൻ പറഞ്ഞ പ്രകാരം എന്ത് ചെയ്തു? ബുധനാഴ്ച അവനെ എന്ത് ചെയ്തു? ക്രൂശിച്ചു. അപ്പൊ വ്യാഴാഴ്ച അവർ പോകുമ്പോൾ അവിടെ എന്തുണ്ട്? ബോഡിയുണ്ട്. കല്ലറ എന്തായാലും അടച്ച് സീൽ ചെയ്തിട്ടുണ്ടോ? ഇല്ല. യഹൂദന്മാരുടെ കല്ലറയൊക്കെ എങ്ങനെയാ? തുറന്നായിരിക്കുന്നു. പഴയ നിയമകാലത്ത് വിശുദ്ധന്മാരെയൊക്കെ പാറയിൽ വെട്ടി വെച്ചിരിക്കുന്ന കല്ലറയിൽ എന്ത് ചെയ്യും? കൊണ്ട് വെക്കും. എന്നിട്ട് സുഗന്ധവർഗമൊക്കെ ഇട്ട് അടക്കം. അങ്ങനെയുള്ള അടക്കം ഇപ്പോഴും ഉണ്ട്. അവരുടെ ശവമൊന്നും എന്ത് ചെയ്യില്ല, അഴുകി മണം വരില്ല. അതൊക്കെ എന്ത് ചെയ്യും? ഈ മരുന്നിന്റെ ഇതുകൊണ്ട് അത് ഇങ്ങനെ പൊടിഞ്ഞു പോകുള്ളൂ. അല്ലെങ്കിൽ എന്നിട്ട് അസ്ഥി എവിടെ എന്ത് ചെയ്യും? അതുകൊണ്ടാണ് യോസേഫ് പറഞ്ഞ് എന്റെ അസ്ഥിയെ നിങ്ങൾ എന്ത് ചെയ്യണം? എടുത്തോണ്ട് പോകണമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 28 അധ്യായം 1 മുതൽ ഒന്ന് വായിച്ചട്ടെ. ശബത്ത് കഴിഞ്ഞ് കണ്ട, ശബത്ത് കഴിഞ്ഞ്. ശബത്ത് എന്നാ കഴിയുന്നത്? തുടങ്ങുന്നത് വ്യാഴം, തീരുന്നെന്നാ ശനിയാഴ്ച വെളുപ്പിന്. ശബത്ത് കഴിയണമെങ്കിൽ സന്ധ്യയായി ഉഷസ്സും ആവണം അല്ലേ? ഉഷസ്സായപ്പോ ശബത്ത് എന്ത് ചെയ്യും? ഞാൻ ശനിയാഴ്ച തുടങ്ങി ശനിയാഴ്ച എന്ത് ചെയ്യണം? ഈ രാത്രി കൂടെ കഴിയുമ്പോൾ ശബത്ത് തീരും. വായിക്കും. വെളുക്കുമ്പോൾ മദ്ദലക്കാരത്തി മറിയയും മറ്റേ മറിയയും പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. കർത്താവിന്റെ ദൂതൻ കല്ലിന്മേൽ ഇരുന്നിരുന്നു. അവന്റെ രൂപം മിന്നലിനൊത്തതും അവന്റെ ഉടുപ്പ് ഹിമം പോലെ വെളുത്തതുമായിരുന്നു. കാവൽക്കാർ അവനെ കണ്ട് പേടിച്ച് വിറച്ച് മരിച്ചവരെ പോലെ ആയി. ദൂതൻ സ്ത്രീകളോട് ഭയപ്പെടേണ്ട. യഹൂദന്മാരെന്ത് ചെയ്തു? കാവൽ വെച്ചു. പീലാത്തോസിനോട് പോയി അനുവാദം മേടിച്ചിട്ട് പട്ടാളക്കാരും വെച്ചു, കാവൽക്കാരും വെച്ചു. ഇവരും എന്ത് ചെയ്തു? ഉറപ്പിച്ചു, സീൽ ചെയ്തു. അപ്പോൾ അതിൽ കല്ല് എന്ത് ചെയ്തു? ദൂതൻ എന്ത് ചെയ്തു? ഉരുട്ടി മാറ്റി അല്ലേ? എന്നിട്ട് വായിക്കേ. സ്ത്രീ എന്നിട്ട് കാവൽക്കാർ മേടിച്ചു പോയി. സ്ത്രീകളോട് പറയാണ് ഭയപ്പെടണം, നിങ്ങൾ ഞങ്ങളെ കണ്ട് എന്ത് ചെയ്യണ്ട, ഭയപ്പെടണം. ഞങ്ങൾ ആരാ? ദൈവത്തിന്റെ ദൂതന്മാരാണ്. ഹല്ലേലൂയ സ്തോത്രം. ഭയപ്പെടണ്ട. ക്രൂശിക്കപ്പെട്ട യേശുവിനെ നിങ്ങൾ തിരയുന്നെന്ന് ഞങ്ങൾ എന്ത് ചെയ്യുന്നു? ഞാൻ അറിയുന്നെന്ന് ദൂതൻ പറയാ. ഹല്ലേലൂയ സ്തോത്രം. നിങ്ങൾ ആരെയാ തിരയുന്നെന്ന് ഞാൻ എന്ത് ചെയ്യുന്നു? അറിയുന്നു. എന്നിട്ട് പറയാം, ഇതാണ് പ്രധാന പോയിന്റ് കേട്ടോ. അവൻ ഇവിടെ ഇല്ല. താൻ പറഞ്ഞതുപോലെ
ആ. അവൻ കിടന്ന സ്ഥലം വന്ന് കാണുവിൻ. അവൻ കിടന്ന സ്ഥലം വന്ന് താൻ പറഞ്ഞതുപോലെ താൻ എന്തിനാ പറഞ്ഞേ? 3 രാവും 3 പകലും അവിടെ ഇരിക്കും. ഭൂമിക്കുള്ളിൽ കടലാകളുടെ വീട്ടിൽ യോന ഇരുന്ന പോലെ എന്ത് ചെയ്യും? താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റെ. അപ്പൊ 3 രാവും 3 പകലും ആയപ്പോ ആയി. ഹല്ലേലൂയ സ്തോത്രം. അപ്പൊ ഇവരുടെ യേശു ആരായിരുന്നു? ക്രൂശിക്കപ്പെട്ടവനാന്ന് പറഞ്ഞിരിക്കുന്ന യേശു ആരാ? മറ്റേ യേശു ആയിരിക്കുന്ന ലൂസിഫർ. ഇന്ന് മറ്റേ അനേക സഭക്കാരിൽ നിന്ന് ആരാധിക്കാൻ പോയിരിക്കുന്ന ആരെയാ? പിശാചിനെ. ഹല്ലേലൂയ. പഴയ പാമ്പിനെ. ഹല്ലേലൂയ സ്തോത്രം. ലൂക്കോസിന്റെ സുവിശേഷം 24 അധ്യായം 19 മുതൽ വായിച്ചാൽ. ഇത് എന്ന് അവൻ അവരോട് ചോദിച്ചതിന് അവർ അവരോട് പറഞ്ഞത്. ഇത് ഹല്ലേലൂയ സ്തോത്രം. യെരൂശലേമിൽ നിന്ന് എമ്മൂസിലേക്ക് ആര് പോയി? 2 പേര് പോയി. യേശു അവരോട് കൂടെ ചേർന്ന് നടന്നല്ലേ? എന്നിട്ട് ചോദിക്കുകയാണ്, വായിക്കേ. ഏത് എന്ന് അവൻ അവരോട് ചോദിച്ചത്. നിങ്ങൾ മുഴുവൻ വായിക്കുമ്പോൾ അറിയാം. 24 അധ്യായം വായിക്കൂ. അവൻ അവരോട് പറഞ്ഞത്, ആ. ദൈവത്തിനും സകല ജനത്തിനും മുമ്പാകെ പ്രവൃത്തിയിലും വാക്കിലും ദൈവത്തിനും സകല മനുഷ്യർക്കും മുമ്പേ പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള പ്രവാചകനായ ആയിരുന്ന ഞാൻ യെമ്മൂസിലേക്ക് പോകുന്നവർ ആരെ കുറിച്ചാ പറഞ്ഞത്? പ്രവാചകനെ കുറിച്ചാ പറഞ്ഞത്. മോശ എന്താ പറഞ്ഞത്? എന്നെ പോലെ ഒരു പ്രവാചകനെ. അപ്പൊ ഇവർക്കൊക്കെ പ്രവാചകന, ഇവർക്ക് മാത്രം പുത്രനാ ദൈവമാണ്. അല്ലെങ്കിൽ പ്രവാചകനാണ്, മശിഹയാണ്, കർത്താവാണ്, നായകനാണ്, അഭിഷക്തനാണ്, ദാസനാണ്, അപ്പോസ്തലനാണ്. അല്ലെങ്കിൽ എത്ര നമ്മുടെ കർത്താവിന് പിന്നെ സകലവും അവന്റെ കാൽക്കീഴിൽ ദൈവം ചെയ്തു ആക്കി കൊടുത്തിരിക്കുകയാണ്. സകലത്തിന്റെ പേര് അധികാരിയാക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ അധികാരം കൊടുത്തവർ ഒഴികെന്ന് പറഞ്ഞിട്ടുണ്ട്. വായിച്ചാട്ടെ. പ്രമാണികൾ, ഇവിടത്തെ പുരോഹിതന്മാരും പ്രമാണികളും എല്ലാം ചേർന്ന് എന്ത് ചെയ്തു? അവനെ ക്രൂശിച്ചു. ഞങ്ങളോ ഈ യെബൂസിലേക്ക് പോകുന്നവർ പറയാം, ഞങ്ങളോ അവൻ ഇസ്രായേലിനെ വീണ്ടെടുപ്പാനായി അത്രയുമല്ല. കാരണം ഇത് സംഭവിച്ചിട്ട് എത്ര ദിവസമായി? ഉയർന്നിട്ട് രാവിലെ യേശു ഇവരോട് കൂടെ ചേർന്ന് നടക്കാം. യെരൂശലേമിൽ നിന്ന് യെബൂസിലേക്ക് 2 പേര് യേശുവിനെ കുറിച്ച് പറഞ്ഞോണ്ട് പോവാ. കൂടെ ചേർന്ന് നടന്ന് ഇവരുടെ കണ്ണിന് മറച്ചിട്ട് എന്ത് ചെയ്തു? പറഞ്ഞു കൊടുത്തു. ഹല്ലേലൂയ. എന്തിനെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ ഒരു പ്രവാചകൻ വന്നു, ഞങ്ങൾ അവനെ എന്ത് ചെയ്തു? പ്രത്യാശ വെച്ചു. അവൻ ഞങ്ങൾ രക്ഷിക്കുമെന്ന് എന്ത് ചെയ്തു? പ്രത്യാശ വെച്ചു. അവൻ ഇന്ന് മരിച്ചിട്ട് എത്ര ദിവസമായി? 3-ാം നാളാകുന്നു. അല്ലെങ്കിൽ 3 ദിവസം കഴിയുമ്പോൾ താൻ പറഞ്ഞ പോലെ എന്ത് ചെയ്യും? ഉയർത്തെഴുന്നേൽക്കുന്നു. താഴെ വായിച്ചേ. ഞങ്ങളുടെ കൂട്ടത്തിൽ ചില സ്ത്രീകൾ കല്ലറയ്ക്കൽ പോയി ശരീരം കാണാതെ മടങ്ങി വന്ന് അവൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ദൂതന്മാരുടെ ദർശനം കണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങളെ ഭ്രമിപ്പിച്ചു. ഞങ്ങളുടെ കൂട്ടത്തിൽ ചിലർ കല്ലറയ്ക്കൽ ചെന്ന സ്ത്രീകൾ പറഞ്ഞതുപോലെ തന്നെ കണ്ടു. അവനെ കണ്ടില്ലതാനും ഇതാ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യെരൂശലേം തൊട്ട് യെബൂസിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് പറഞ്ഞോണ്ട് പോവാ. യേശുവിനെ കുറിച്ച് വായിക്കേ. അവൻ അവരോട് അയ്യോ ബുദ്ധിഹീനരെ. പൗലോസ് എങ്ങനെ വിളിക്കുന്നത്? ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് എങ്ങനെ അയ്യോ മന്ദബുദ്ധികളെ എന്ന് വിളിക്കുന്നത് അല്ലേ? ക്രിസ്തുവിനെ ക്രൂശിക്കപ്പെട്ടവനായി വരച്ചു കിട്ടിയിരിക്കെ നിങ്ങളെ ശുദ്ധനം ചെയ്ത് മയക്കിയതാര്? അവിടെ ഈ പൗലോസ് മന്ദബുദ്ധികളെ എന്ന് വിളിക്കുമ്പോ യേശുവിനെ എങ്ങനെ വിളിക്കുന്നത്? ബുദ്ധിഹീനരെ. രണ്ടിന്റെ അർത്ഥം ഒന്നാ. പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത് എല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ. അവന്റെ ബൈബിളിൽ എഴുതിയിട്ടുണ്ട് മന്ദബുദ്ധികളെ, ഇവിടെ എഴുതിയിട്ടുണ്ട്. പ്രവാചകന്മാർ വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ കണ്ട. ക്രിസ്തു ആരാ? യേശു പറയാണ് ക്രിസ്തു ആന്ന്. വേറെ ആരുമല്ല പറയുന്നത്. ഇപ്പൊ ഇവരോട് കൂടെ നടക്കുന്ന ആരാ? യേശു പറയാണ് കടക്കേണ്ടതല്ലയോ കണ്ട. മോശ തുടങ്ങി സകല പ്രവാചകന്മാരും എല്ലാ തിരുവെഴുത്തുകളിലും തന്നെക്കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. ആമേൻ. സ്തോത്രം. 24:13. അന്ന് തന്നെ അവരിൽ 2 പേർ യെരൂശലേമിൽ നിന്ന് 7 നാഴിക ദൂരമുള്ള എമ്മൗസ് എന്ന ഗ്രാമത്തിലേക്ക് പോവുകയിൽ ഈ സംഭവിച്ചതിനെ കുറിച്ച് ഒക്കെയും തമ്മിൽ സംസാരിച്ചു. മതി. അപ്പൊ യെമ്മൂസിലേക്ക് പോകുന്ന 2 പേരാണ് സംസാരിച്ചെന്നുള്ളപ്പോൾ മനസ്സിലായി. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു. ഹല്ലേലൂയ സ്തോത്രം. യേശു പറയാണ് ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു. ദാസൻ യേശു പറയുന്നത് നിങ്ങളൊന്ന് കേക്ക്. ദാസൻ യജമാനേക്കാൾ വലിയവനല്ല, ദൂതൻ തന്നെ അയച്ചവനേക്കാൾ. ഹല്ലേലൂയ സ്തോത്രം. ദൂതൻ ഇവിടെ വരുന്ന നമ്മളിലേക്ക് വരുന്നത്, നമുക്കൊക്കെ വേണ്ടി വരുന്ന ദൂതൻ തന്നെ അയച്ചവനേക്കാളും വലിയവനല്ല. തന്നെ അയച്ചതാരാ? ദൂതനൊക്കെ അധികാരം ആർക്കുള്ള? യേശുവിനാണ്. നമ്മുടെ മേലും ദൂതന്മാരുടെ മേലും വാഴ്ചകളുടെ മേലും എല്ലാത്തിനും അധികാരം ആർക്കാ കൊടുത്തേക്കുന്നത്? ഹല്ലേലൂയ സ്തോത്രം. വായിച്ചു തരാം. ആ ദൂതന്മാർ തന്നെ അയച്ചതിനേക്കാളും വലിയവനല്ല. ഇത് നിങ്ങൾ എന്ത് ചെയ്യണം? അറിയുന്നുവെങ്കിൽ ഭാഗ്യവാന്മാർ. ഹല്ലേലൂയ സ്തോത്രം. ഇതൊന്നും നിങ്ങൾ എന്ത് ചെയ്യണം? അറിയണം. അല്ലെ? പുത്രനെ അയച്ചവനെക്കാട്ടിലും വലിയവനല്ല പുത്രൻ. ഇവരെന്താ? തുല്യ ദൈവമാക്കി അല്ലേ? ഹല്ലേലൂയ സ്തോത്രം. 1 പത്രോസ് ഹല്ലേലൂയ സ്തോത്രം
3:14 കൂടെ വായിച്ചാട്ടെ. നീതി നിമിത്തം കഷ്ടം സഹിക്കേണ്ടി വന്നാലും നിങ്ങൾ ഭാഗ്യവാന്മാർ. നീതി നിമിത്തം കഷ്ടം സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ആരാന്ന് പറഞ്ഞേ? ഭാഗ്യവാന്മാർ. അവരുടെ ഭീഷണിയിൽ ഭയപ്പെടുകയും കലങ്ങുകയും വരുത്. എന്നാൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ എങ്ങനെ ഹല്ലേലൂയ സ്തോത്രം വിശദീകരിക്കാനാ പറഞ്ഞേ? കർത്താവായിട്ട് വിശദീകരിക്കാനാ പറഞ്ഞത്. ദൈവമായിട്ട് വിശദീകരിക്കുന്നതൊക്കെ ഇപ്പൊ ആരാ? ഈ വെള്ളിയാഴ്ച ചത്ത നമ്മുടെ കർത്താവ് ചത്തോ? എന്താ ഞാൻ അങ്ങനെ ചോദിച്ച ചത്തോ എന്ന് ചോദിച്ചത്? ചത്തതൊക്കെ ആരാ? രോഗയുടെ കാലത്ത് സകലരും എന്ത് ചെയ്തു? ചത്തുപോയി. നമ്മുടെ യേശു എന്തില്ല? ചത്തില്ല. എന്ത് ചെയ്തു? മരിച്ചു. അല്ലേ? മരിക്കുകയും ചാകുകയും രണ്ടും രണ്ടാം. ചത്തുപോകാന്ന് പറഞ്ഞാൽ അവർക്ക് നിന്ദില്ല, നിത്യജീവില്ല. മരിച്ചെന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൽ മരിച്ചവരൊക്കെ ഭാഗ്യവാന്മാരാ. അപ്പോൾ അല്ലെങ്കിൽ ക്രിസ്തുവിൽ മരിച്ച വൃദ്ധന്മാരൊക്കെ ആരാന്ന് പറഞ്ഞേ? ഭാഗ്യവാന്മാർ. അപ്പൊ കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു. ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എന്ത് ചെയ്തു? ഉയർപ്പിച്ചു. അല്ലെങ്കിൽ ആ സ്തോത്രം. അപ്പൊ യേശുവിനെ നിങ്ങൾ ആരായിട്ട് വിശദീകരിക്കണം? കർത്താവായിട്ട് വിശദീകരിപ്പിൻ. സൗമ്യതയോടും. അപ്പൊ നിങ്ങളോടൊക്കെ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ സൗമ്യതയോടെ അവരോട് പറഞ്ഞു കൊടുക്കണം, നിങ്ങൾ പ്രസംഗിക്കുന്ന യേശു അല്ല യഥാർത്ഥ ബൈബിളിലെ യേശു. ഹല്ലേലൂയ സ്തോത്രം. നിങ്ങൾ വെള്ളിയാഴ്ച ഇപ്പം ഹല്ലേലൂയ സ്തോത്രം നെറ്റിയിൽ കുരിശും വരച്ച് ഹല്ലേലൂയ സ്തോത്രം നോയമ്പ് തുടങ്ങുമ്പം എല്ലാവരുടെ മുഖത്ത് എന്ത് ചെയ്യുന്നു? നെറ്റിയിൽ എന്ത് ചെയ്തു? കരി വാരി തേച്ചു വിട്ടു. അടുത്ത മാസം ഏപ്രിൽ മാസം എന്ത് ചെയ്യാൻ പോവാ? ഒരു ക്രൂശിക്കും 1.5 ദിവസം കൊണ്ട് എന്ത് ചെയ്യും? ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് എന്ത് ചെയ്തു? 3 രാവും 3 പകലും ഭൂമിക്കുള്ളിലിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. 3:22 വായിച്ചു നോക്കാം. 1 പത്രോസിന്റെ. അവൻ സ്വർഗത്തിലേക്ക് പോയി ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. കേട്ടോ? ദൂതന്മാരും അധികാരങ്ങളും ശക്തികളും അവനെല്ലാം എന്ത് ചെയ്തിരിക്കുക? നമ്മുടെ കർത്താവ് എന്ത് ചെയ്തു? 3 രാവും 3 പകലും ഭൂമിക്കുള്ളിലിരുന്ന് ദൈവം അവനെ ഉയർപ്പിച്ചപ്പോ ആരൊക്കെ അവന്റെ കീഴ്പ്പെട്ടിരിക്കുന്നുണ്ട്? ദൂതന്മാര്, അധികാരങ്ങള്, ശക്തികളൊക്കെ ഉണ്ടല്ലോ ഈ ലോകത്തിലുള്ള. അല്ലെങ്കിൽ ഭോഷ്പ് വിശ്വസിക്കുമാർ ഭോഷ്പിന്റെ വ്യാപാര ശക്തി അതെല്ലാം ആർക്ക് കീഴ്പ്പെട്ടിരിക്കുക? യേശുവിന്റെ നാമം പറയുമ്പോൾ ഭൂതങ്ങൾ എന്ത് ചെയ്യും? അലറി ഓടും. മന്ത്രവാദ കെട്ടുകളൊക്കെ എന്ത് ചെയ്യും? ഉടഞ്ഞു പോകും. ഹല്ലേലൂയ സ്തോത്രം. ഇനി ഹല്ലേലൂയ എല്ലാം കീഴാക്കി കൊടുത്തവൻ ഒഴികെ എത്രയെന്ന് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 15:27-28. സകലത്തെയും അവന്റെ കാൽ കീഴിലാണ്. ജൂതന്മാരും അധികാരങ്ങളെല്ലാം കീഴ്പ്പെട്ടിരിക്കുന്നുണ്ട്. സകലത്തെയും അവന്റെ കാൽ കീഴിൽ ആക്കിയിരിക്കുന്നു എന്നുണ്ടല്ലോ. സകലവും അവന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സകലത്തെയും കീഴാക്കി കൊടുത്തവൻ പിതാവ് ഒഴികെയാണ് പുത്രനെല്ലാം കീഴ്പ്പെട്ടിരിക്കുന്നത്. മനസ്സിലായോ? ഹല്ലേലൂയ സ്തോത്രം. യേശുവിന്റെ നാമത്തിലല്ലാതെ ആരില്ല? പിതാവില്ല. അതാണ് പുത്രനുള്ളവൻ ആരുണ്ട്? പിതാവുണ്ട്. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ദൈവം ആരാ? ഹല്ലേലൂയ സ്തോത്രം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. 51:14 മുതൽ 14 വായിച്ചിട്ട്. പീഡകന്റെ ക്രോധം എവിടെ? ബദ്ധനായിരിക്കുന്നവനെ വേഗത്തിൽ എന്ത് ചെയ്യും? അഴിച്ചുവിടും. കുണ്ടറയിൽ പോയി യേശു എന്ത് ചെയ്തു? പ്രസംഗിച്ചല്ലേ? അവൻ കുണ്ടറയിൽ മരിക്കുകയില്ല, വരികയില്ല. കണ്ടോ? തിരകൾ അലറുവാൻ തക്കവണ്ണം സമുദ്രത്തെ കോപിപ്പിക്കുന്നവനായി ഞാനാകുന്നു. അപ്പൊ നമ്മുടെ ദൈവം ആരാന്ന് ആദ്യം മനസ്സിലാക്കണം. എല്ലാം കീഴാക്കിപ്പെടുത്തവൻ ആരാ? തിരകൾ അലറുവാൻ തക്കവണ്ണം സമുദ്രത്തെ കോപിപ്പിക്കുന്നവൻ. സുനാമിയൊക്കെ വന്നില്ലേ? തിരകളൊക്കെ അലറുവാൻ തക്കവണ്ണം സമുദ്രത്തെ കോപിപ്പിക്കുന്നവനായി സൈന്യങ്ങളെ യഹോവ എന്നാവുന്നവന്റെ നാമം. ഹല്ലേലൂയ സ്തോത്രം. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 31:35 കൂടെ വായിച്ചത്. സൂര്യനെ പകൽ വെളിച്ചത്തിനും രാത്രി വെളിച്ചത്തിനും നിയമിച്ചിരിക്കുന്നവനും കടലിലെ തിരകളെ അലറുവാൻ തക്കവണ്ണം അവനെ ഇളക്കുക. കണ്ടോ? സുനാമിയൊക്കെ വന്നപ്പോ മനുഷ്യന്റെ അല്ലെങ്കിൽ ജാതി പറയുന്നവനും അല്ലെങ്കിൽ ഭയങ്കര ഭക്തന്മാരും അല്ലെങ്കിൽ ഒക്കെ ഇരുന്നവനൊക്കെ എന്തായത്? JCB കൊണ്ട് തൂത്ത് വാരിയിട്ടു. ഹല്ലേലൂയ സ്തോത്രം. ഇത്ര ഉള്ളൂ നീ. ഹല്ലേലൂയ സ്തോത്രം. നിഗളിക്കുന്നവനെ നീ ഇതൊന്ന് ഓർത്തോ. തിരകൾ അലറുവാൻ തക്കവണ്ണം സമുദ്രത്തെ കോപിപ്പിക്കുന്നവനായി സർവശക്തിയുള്ള ദൈവത്തെ നീ എന്ത് ചെയ്യണം? ആരാധിക്കും. അല്ലെങ്കിൽ പുത്രനാ ദൈവത്തെ ആരാധിച്ചു കഴിഞ്ഞാൽ നീ എങ്ങോട്ടാ പോകുന്നത്? സൃഷ്ടിയെ ആരാധിക്കുന്നവരൊക്കെ എങ്ങോട്ട് പോകും? ഇനി സൃഷ്ടിയാകുന്ന സാത്താനെയൊക്കെ എവിടെ ഇടാൻ പോണത്? നരകത്തിൽ ഇടാൻ പോകും. അങ്ങോട്ട് നീയും പോകും. അല്ലെങ്കിൽ ആ സ്തോത്രം. യോഹന്നാന്റെ പുസ്തകത്തില് 1:9 മുതൽ വായിച്ചാട്ടെ. ആര് നിമിത്തമാണ് ഈ കടലൊക്കെ ഇങ്ങനെ ഇളകിയെന്ന് അറിഞ്ഞപ്പോ യോന പറയാണ്, വായിക്കും. അവരോട് ഞാനൊരു എബ്രായൻ. അവൻ ആരെയാ വിളിക്കുന്നത്? കടലും കരയും തിരകൾ അലറാൻ തക്കണം സമുദ്രത്തെ ഇളക്കുന്ന ദൈവത്തെയാണ് ആര് വിളിക്കുന്നത്? യോന വിളിക്കുന്നത്. കടലും കരയും നിർമ്മിച്ച സ്വർഗീയ ദൈവമായ അമേ സ്തോത്രം. ആ ദൈവം ആരാ? സ്വർഗീയ ദൈവത്തെ ഞാൻ എന്ത് ചെയ്തു? ഭജിച്ചു വരുന്നെന്ന് ആര് പറയാ? യോന പറയും. എന്നിട്ട് എന്നെ എടുത്ത് വെള്ളത്തിൽ ഇട്ടോളാൻ പറഞ്ഞല്ലേ? ഹല്ലേലൂയ. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 23:24 കൂടെ വായിച്ചത്.
മറയത്ത് ഒളിക്കുവാൻ കഴിയുമോ എന്ന് യഹോവയുടെ അരുളപ്പാട്. എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നവനല്ലയോ. മനുഷ്യനുണ്ടാക്കിയ ദൈവകഥ. കത്തോലിക്കരുടെ ഒക്കെ യേശു എത്ര ഉണ്ട്? 6 അടി പൊക്കം. പള്ളിയുടെ മുകളിൽ അല്ലെങ്കിൽ ഒരു 8 അടി പൊക്കമുള്ള ഒരു സിമെന്റിനെ ഇങ്ങനെ വെച്ചേക്കും അല്ലേ? ഹല്ലേലൂയ സ്തോത്രം. അവൻ ആ ഭൂമിയെ ആകാശത്തേക്ക് സൃഷ്ടിച്ചെന്നാണ് ഹല്ലേലൂയ സ്തോത്രം ഇവർ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ദൈവം യഥാർത്ഥ ദൈവം ആരാന്ന് ബൈബിൾ പറയുന്നത് എങ്ങനെയാ? ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുക. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തിയിൽ പൗലോസ് പറയുന്നത് അവനിലല്ലോ നാം ഇരിക്കുകയും ചരിക്കുകയും ചെയ്യുന്നത്. 17-ാം അധ്യായത്തിൽ വായിച്ചു നോക്കിയാൽ മതി. അവനിലല്ലോ നാം ഇരിക്കുകയും ചരിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ആ ദൈവത്തിന്റെ ശക്തിയിലാണ് നമ്മൾ പോകുന്നത്. കണ്ടോ? ദൈവം അതാ സ്വർഗ സിംഹാസനവും ഭൂമി പാർവീടമായിരിക്കുന്ന ദൈവം. അല്ലെങ്കിൽ ആ ദൈവം ആകാശം ഭൂമിയും നിറഞ്ഞിരിക്കുകയാണ്. അല്ലെങ്കിൽ ആ ഇരമ്യാവ് 32:19 പറയാണ് അവനാ ശക്തിമാൻ. അല്ലെങ്കിൽ വായിക്കണ്ട. ഹല്ലേലൂയ സ്തോത്രം. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 57:15 കൂടെ ഒന്ന് വായിച്ചട്ടെ. കണ്ടോ? ഇവൻ എവിടെയായിരിക്കുന്നത്? നിറഞ്ഞിരിക്കുന്നവൻ എവിടെയായിരിക്കുന്നത്? ഉന്നതനും ഉയർന്നിരിക്കുന്നവൻ. അതാ അത്യുന്നതന്റെ മറവിൽ വസിക്കുന്ന. കഴിഞ്ഞ ആഴ്ച ഞാൻ പഠിപ്പിച്ചത് അത്യുന്നതൻ. കണ്ടോ? ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധം എന്ന നാമമുള്ളവൻ അവൻ ആത്മാവാകുന്നു. അതുകൊണ്ട് അവന് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത്. ഇപ്പൊ മനസ്സിലായോ? പരിശുദ്ധം എന്ന നാമമുള്ളവൻ. നമ്മുടെ ദൈവത്തിൽ എത്ര നാമമുണ്ടെന്ന് ഞാൻ പഠിപ്പിച്ചത്? 272ഓളം നാമങ്ങളുണ്ട്. അതിശയവാനുണ്ട്, പരിശുദ്ധനുണ്ട്, ആത്മാവെന്നുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ദൈവം ആത്മാവാകുന്നു. ഹല്ലേലൂയ സ്തോത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിന്റെ നാമമൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇവർ ഇങ്ങനെ പറയുകയാണെങ്കിൽ കോടിക്കോടി ദൈവങ്ങളെ ഉണ്ടെന്ന് ഇവർ എന്ത് ചെയ്യും? പറയും. ഹല്ലേലൂയ സ്തോത്രം. വായിച്ചാട്ടെ. പരിശുദ്ധം എന്ന നാമമുള്ളവൻ ഞാൻ ഉന്നതനും പരിശുദ്ധനുമായിട്ട് വസിക്കുന്നവൻ ആത്മാവാകുന്നു. അതുകൊണ്ട് അവനെ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നു. ഹല്ലേലൂയ സ്തോത്രം. 40:25 വായിച്ചാട്ടെ. എന്നിട്ട് യേശു ചോദിക്കുക, പിതാവായ യേശു ചോദിക്കുകയാണ് എന്നെ ആരോട് സദൃശമാക്കും? ആ നിങ്ങൾ എങ്ങനെ എങ്ങോട്ട് ദൈവമക്കളൊക്കെ എങ്ങോട്ടാ കണ്ണ് ഉയർത്തണം? ഞാനല്ലേ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നതിന്റെ സഹായം എവിടെ നിന്ന്? കണ്ണ് എങ്ങോട്ട് ഉയർത്തണം? മറ്റുള്ളവരൊക്കെ എങ്ങോട്ടാ ഉയർത്തുന്നേ? പന്നിയുടെ മക്കളൊക്കെ എങ്ങനെ ഇങ്ങനെ പോകും. ഹല്ലേലൂയ സ്തോത്രം. ചെമ്മരിയാടിന്റെ കുഞ്ഞുങ്ങളൊക്കെ അങ്ങനെയാ. ഹല്ലേലൂയ സ്തോത്രം. പാല് കുടിക്കുന്നത് ഇടിച്ചിടിച്ചെന്ത് ചെയ്യും? മുകളോട്ട് നോക്കി നോക്കി എന്ത് ചെയ്യും? ഹല്ലേലൂയ സ്തോത്രം. നമ്മളെ ചെമ്മരിയാടുകളായിരിക്കണം. ഹല്ലേലൂയ. ഞാൻ എൻ്റെ കണ്ണ് എങ്ങോട്ട് ഉയർത്തണം? ആ വായിക്കും. ഈ മുകളിലോട്ടൊന്ന് നോക്ക്. ആകാശമൊക്കെ കണ്ടിട്ട് നോക്ക്. ഈ ആകാശഭൂമി നിറഞ്ഞിരിക്കുന്ന ദൈവത്തിനെ ആരാധിക്കും? ഇത് സൃഷ്ടിച്ചവൻ ആരാന്നൊന്ന് ചോദിക്കേ. ഈ കോടിക്കണക്കിന് നക്ഷത്രങ്ങളെയൊക്കെ സൃഷ്ടിച്ചവൻ ആരാന്നൊന്ന് ചെയ്യുന്നത് ഒന്ന് അന്വേഷിക്ക്. ദൈവത്തെക്കുറിച്ചൊന്ന് അന്വേഷിക്ക്. ഹല്ലേലൂയ സ്തോത്രം. ദൈവപുത്രനെ കുറിച്ചൊക്കെ ഒന്ന് അന്വേഷിക്ക്. അല്ലെങ്കിൽ അത് എവിടെ അന്വേഷിക്കണം? യഹോവയുടെ പുസ്തകത്തിൽ എന്ത് ചെയ്യണം? വായിച്ചന്വേഷിച്ച് നോക്കണം. ചുമ്മാ പോയി നോക്കിയിട്ട് കാര്യമില്ല. വായിച്ചന്വേഷിച്ച് നോക്കുക. എല്ലാം എന്ത് ചെയ്യും? ഒന്നിനും ഇണയില്ലാതിരിക്കില്ല. ഹല്ലേലൂയ സ്തോത്രം. ഈ നാർക്കോ അനാലിസിസ് ഒക്കെ എന്നാ കണ്ടുപിടിച്ചത്? നുണപരിശോധന. ഹല്ലേലൂയ സ്തോത്രം. ഇതൊക്കെ എവിടെ എടുത്തതാ? ബൈബിളിൽ നിന്ന് എടുത്തതാ. ഹല്ലേലൂയ സ്തോത്രം. ബൈബിളിലുണ്ട്. ഇവിടെ നിന്നാണ് ഇതെല്ലാം കണ്ടുപിടിച്ചത്. ഹല്ലേലൂയ സ്തോത്രം. ഇരമ്യാ പ്രവാചകന്റെ പുസ്തകം 17:1 വായിച്ചേ. യഹൂദയുടെ പാപം ഇരുമ്പ് എഴുത്താണി കൊണ്ട് വജ്രത്തിന്റെ മുന കൊണ്ട് എഴുതി വെച്ചിരിക്കുന്നു. അത് എവിടെ എഴുതിയിരിക്കുന്നേ? അതിന്റെ ഹൃദയത്തിൽ എന്ത് ചെയ്തു? പലകയില് കൊമ്പുകളിലും കൊത്തിയിരിക്കുന്നത്. എവിടെ കൊത്തിയിരിക്കുന്നത്? അതുകൊണ്ടാണ് നമ്മളെ മയക്കുമ്പോ നമ്മൾ എന്ത് ചെയ്യും? ഹൃദയത്തിന്റെ ഭിത്തിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഞാൻ ചെയ്ത പാവമെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്? ഇരുമ്പ് എഴുത്താണി. ഹല്ലേലൂയ സ്തോത്രം. എഴുത്താണി കണ്ടിട്ടുണ്ടോ? ഈ തകിടിലൊക്കെ മന്ത്രവാദികളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഇരുമ്പെഴുത്താണികൾ കൊണ്ടൊക്കെ പടം വരച്ചിട്ടൊക്കെ എന്ത് ചെയ്യും? എഴുതിക്കൊണ്ട് ദൈവമക്കൾക്കെതിരെ വെക്കും. ഹല്ലേലൂയ സ്തോത്രം. പക്ഷേ ഹല്ലേലൂയ സ്തോത്രം അതെന്ത് ചെയ്യില്ല? ഫലിക്കയില്ല. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ നീ എഴുതിയ നിന്റെ പാവം എവിടെ എഴുതിയിട്ടുണ്ട്? ദൈവം മന്ത്രവാദം ചെയ്തവന്റെ ഒക്കെ പാവം എന്ന് വെളിപ്പെട്ട് വരും. കർത്താവിന്റെ വരവിൽ എന്ത് ചെയ്യും? ആ വെളിപ്പെട്ട് വരും. വെളിപ്പെടുത്തും. ഹല്ലേലൂയ സ്തോത്രം. അപ്പൊ എവിടെ എഴുതിയിരിക്കുന്നത്? നാർക്കോ അനാലിസിസ് എന്നാ തുടങ്ങിയ? ബൈബിളിലാണ് തുടങ്ങിയിരിക്കുന്നത്. കേട്ടോ. ഇരുമ്പെഴുത്താണികൾ കൊണ്ട് വായിച്ചോന്നൂടെ. പലകയിലും കൊമ്പുകളിലും കൊത്തിയിരിക്കുന്നു. അപ്പൊ ഹൃദയത്തിന്റെ മാംസപലകയിൽ ദൈവം എന്ത് ചോദിച്ചു? നമ്മൾ എന്തൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടാല് അതെല്ലാം ഇത് നാർക്കോ അനാലിസിസ് ചെയ്യുമ്പോൾ എന്ത് എല്ലാം പുറത്ത് കൊണ്ടുവരും. ഹല്ലേലൂയ സ്തോത്രം. ഇതുപോലെ തന്നെ ആധാറും. ഇപ്പൊ നമ്മുടെ എല്ലാം കയ്യിൽ എന്തുണ്ട്? ആധാറുണ്ട്. ആധാർ എവിടെ കണ്ടുപിടിച്ച? ആദ്യം ആധാർ കൊടുത്താരാ? സർവശക്തൻ. യോബിന്റെ പുസ്തകം 37:7 വായിച്ചാട്ടെ. താൻ സൃഷ്ടിച്ച മനുഷ്യരെയൊക്കെയും അറിയുവാൻ. ദൈവം സൃഷ്ടിച്ച മനുഷ്യരെ ഒക്കെയും എല്ലാവരെയും മരിച്ചുപോയവരെയും എല്ലാവരെയും അറിയുവാൻ തക്കവണ്ണം സകല മനുഷ്യരുടെയും കൈ മുദ്രയിട്ടിരിക്കുക. മനസ്സിലായോ? എല്ലാവരുടെയും കൈരേഖ എങ്ങനെയാ?
വേറെ വേറെ. അപ്പൊ ഈ ആധാർ ആരാ കണ്ടുപിടിച്ചത്? ദൈവം സൃഷ്ടിച്ചത്. ഇവർ കണ്ടുപിടിച്ചെന്ന് പറയുന്നുണ്ട്. ആരാ സൃഷ്ടിച്ചത്? അപ്പൊ ഈ 666 ഇതെല്ലാം ഇവർ പഠിപ്പിക്കുന്ന ഒന്നും അല്ല ബൈബിളിലുള്ളത് കേട്ടോ. ബൈബിൾ പ്രകാരം ഹല്ലേലൂയ സ്തോത്രം. ഇനി ഇസ്രായേൽ രാജ്യത്തിലാണ് ഇതൊക്കെ സംഭവിച്ചത് അല്ലേ? അവിടുത്തെ രാജ്യത്തിന്റെ സമയം നമ്മുടെ ഇന്ത്യൻ സമയമായിട്ട് എത്ര മണിക്കൂർ വ്യത്യാസമുണ്ട്? ഏകദേശം 3.5 മണിക്കൂറോളം എന്ത് ചെയ്യുന്നത് വ്യത്യാസമുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 1:15 മുതൽ വായിച്ചത് 20 വരെ. അത് നിമിത്തം കർത്താവായ യേശുവിൽ വേണം വിശ്വസിക്കാൻ. കർത്താവ് പുത്രനാം ദൈവമല്ല കേട്ടോ. കർത്താവായ യേശുവിലുള്ള വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടുമുള്ള സ്നേഹത്തെയും കുറിച്ച് കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ സ്തോത്രം ചെയ്ത് എന്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർത്തുകൊണ്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും കണ്ട നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവം. യേശുവിനൊരു ദൈവമുണ്ട് കേട്ടോ. കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവന് നിങ്ങൾക്ക് തന്നെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ കണ്ട തന്നെ ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ കണ്ട പുത്രനെ ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിന് നിങ്ങളുടെ ഹൃദയദൃഷ്ടി എന്തെന്നാണോ? ഇന്ന് ഈ പ്രസംഗം കേൾക്കുന്നവരുടെ ഹൃദയദൃഷ്ടിക്ക് എന്തെന്ന് ചെയ്യണം? പ്രകാശിച്ചിട്ട് ആ ക്രിസ്തുവിൽ ദൈവം ക്രിസ്തുവിൽ നമ്മളെ വിളിച്ച വിളിയാനുള്ള ആശ ഇന്നതെന്ന് ഇന്നതെന്നും കണ്ട അവന്റെ ബലത്തിന്റെ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വിശ്വസിക്കുന്നവർക്ക് വേണ്ടി പിതാവിനെയും പുത്രനെയും വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവുണ്ട്. വ്യാപരിക്കുന്ന ശക്തി നിങ്ങൾ അറിയണം. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യാം? പ്രാർത്ഥിക്കാം. അപ്പൊ പിതാവിനെയും പുത്രനെ കുറിച്ചുള്ള അറിവ് നിങ്ങൾക്ക് വരാൻ വേണ്ടി ഞങ്ങൾ എന്ത് ചെയ്യുന്നു? പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. 1:3 കൂടെ വായിച്ചാട്ടെ. കണ്ട സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിലാണ് അനുഗ്രഹിച്ചിരിക്കുന്നത്. സകല അധികാരം ആർക്ക് കൊടുത്തു? നമ്മളിപ്പോ വായിച്ചേ ക്രിസ്തുവിന്. ഭാഷയുള്ള അധികാരം കീഴാക്കി കൊടുത്തു ഒഴികെ മുഴുവൻ അല്ലേ അനുഗ്രഹിച്ചിരിക്കുന്ന കണ്ട നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. ആരെയാ വാഴ്ത്തേണ്ടത്? യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് എന്ത് ചെയ്യണം? സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കണം എന്നാ പറഞ്ഞത്. 1 പത്രോസ് 1:3 കൂടെ വായിച്ചാട്ടെ. ആർക്കാ സ്തോത്രം പറയേണ്ടത്? പത്രോസ് പറയാ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. 2 പത്രോസ് 1:7 കൂടെ വായിച്ചട്ടെ. അതന്നെ നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യവും പരിജ്ഞാനവും സഹോദരപ്രീതിയും സ്നേഹവും കൂട്ടിച്ചേർപ്പിൻ. ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ ഉത്സാഹമില്ലാത്തവരും ആയിരിക്കില്ല. അവയില്ലാത്തവനോ കുരുടനാ. പിതാവിനെയും പുത്രനെയും കുറിച്ച് അറിവില്ലാത്തവൻ ആരാന്ന് പറഞ്ഞേ? കുരുടനാകുന്നു. ഹ്രസ്വദൃഷ്ടിയുള്ളവൻ എന്ന് വെച്ചാൽ ദൂരക്കാഴ്ച ഇല്ലാത്തവനും മുമ്പിലത്തെ പാവം ആമേൻ സ്തോത്രം. അതുകൊണ്ട് സഹോദരന്മാരെ നിങ്ങളുടെ വിളിയും ശ്രമിപ്പിൻ. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ എന്ത് ചെയ്യരുത്? ഒരു നാളും എന്ത് ചെയ്യില്ല. ഹല്ലേലൂയ സ്തോത്രം. യോഹന്നാന്റെ ഹല്ലേലൂയ സ്തോത്രം ലേഖനം 1:1 മുതൽ വായിക്കാണ്. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും വായിക്കണ്ട അവന്റെ പുത്രനായ യേശുവിനോടും കൂടെ ആകുന്നു. ഹല്ലേലൂയ സ്തോത്രം. അവരോടാണ് പറഞ്ഞത് എന്ത് ചെയ്യണം? ആടുകളെ മേയ്ക്കാം. ഹല്ലേലൂയ സ്തോത്രം. പത്രോസിനോട് എന്ത് പറഞ്ഞു? നീ എന്റെ ആടുകളെ മേയ്ക്കാം. നീ ഇവരെക്കാട്ടും കൂടുതൽ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? എന്റെ ആടുകളെ മേയ്ക്കാം. ആടുകൾ എന്ന് പറഞ്ഞാൽ ആരാ? ഈ ആടെന്ന് പറയുന്ന സാധനം ഒരു നാൽക്കാലി ജീവിയാണ്. യോഹന്നാൻ പറയാണ് ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അല്ലോ അത് എഴുതിയിരിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം 1:29-30 വായിക്കണ്ട. ഇതാ ലോകത്തിന്റെ പാവങ്ങളെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അപ്പൊ അവരെയൊക്കെ ആടെന്നാ പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ആട് ആരാണ്? ഹല്ലേലൂയ. യെഹെസ്കേൽ പ്രവാചക പുസ്തകം 36-ാം അധ്യായം 37-38 വായിച്ചാട്ടെ. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു. ഓർക്ക് വായിക്കാം. ഇസ്രായേൽ ഗ്രഹം എന്ത് ചെയ്യണം? എന്നോട് അപേക്ഷിച്ചിട്ട് ഒന്നുകൂടെ ഞാൻ എന്ത് ചെയ്യും? ഞാൻ അവർക്ക് ആളുകളെ ആട്ടിൻകൂട്ടം പോലെയും കൊടുക്കും. ശൂന്യമായി പോയിരുന്ന
പട്ടണങ്ങൾ കണ്ടോ, ശൂന്യമായി പോയിരിക്കുന്ന പട്ടണങ്ങൾ വിശുദ്ധമായ ആട്ടിൻകൂട്ടം പോലെ വിശുദ്ധമായ ആട്ടിൻകൂട്ടം പോലെ ഉത്സവങ്ങളിൽ യെരൂശലേമിലെ ആട്ടിൻകൂട്ടം പോലെ തന്നെ. ഉത്സവങ്ങളിൽ യെരൂശലേമിലെ ആട്ടിൻകൂട്ടമൊക്കെ അത് ആരാ? യഹൂദന്മാരല്ലേ? ആട്ടിൻകൂട്ടം പോലെ തന്നെ. എന്നിട്ട് വായിച്ചേ, മനുഷ്യരാകുന്ന ആട്ടിൻകൂട്ടം. കണ്ട, എന്ത് ആട്ടിൻകൂട്ടമാന്ന് പറഞ്ഞേ? മനുഷ്യരാകുന്ന ആട്ടിൻകൂട്ടം. എന്താ നമ്മളെ എങ്ങനെയാ, എന്തുകൊണ്ടാണ് ഈ ആട് എന്ന് പറയുന്നത്? ആടിന്റെ സ്വഭാവം പോലെ ആകണമെന്നാണ് പറയുന്നത്. ആടിന്റെ ഒരു നിഷ്കളങ്ക ജീവിയാണ്, മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് ആടിനെ പോലെ നിങ്ങൾ എന്ത് ചെയ്യണം? അതാണ് എൻ്റെ ആട് എന്ന് പറയുന്നത്. ആരെയാ പറഞ്ഞത്? മനുഷ്യരാകുന്ന ആട്ടിൻകൂട്ടം. അവരെ മേയ്ക്കാനാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് യേശു പത്രോസിനോട് പറഞ്ഞേ, എൻ്റെ ആടുകളെ മേയ്ക്കാം, എൻ്റെ ആടുകളെ എന്ത് ചെയ്യണം? മേയ്ക്കണം. അവരുടെ അടുത്താണ് ഹല്ലേലൂയ സ്തോത്രം എന്ത് ചെയ്തത്? വേല കൊടുത്തത്. അവരാണ് പറഞ്ഞത് ഏകദൈവമേ ഉള്ളൂ, യേശു എന്ന ഏക കർത്താവും നമുക്കുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഹല്ലേലൂയ സ്തോത്രം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 6:13 മുതൽ ഒന്ന് വായിച്ചാട്ടെ. അവരൊക്കെയും ആബാലവൃദ്ധം ദിവ്യാഗ്രഹങ്ങളാകുന്നു. പ്രവാചകന്മാരും പുരോഹിതന്മാരും ഒരുപോലെ വ്യാജം പ്രവർത്തിക്കുന്നു. കണ്ട, സമാധാനമില്ലാതിരിക്കെ സമാധാനം എന്ന് പറഞ്ഞ് എന്റെ ജനത്തിന്റെ മുറിവിന് ലഘുവായി എന്ത് ചെയ്യുന്നു? അല്ലല്ലോ, ഒരു സെക്കൻഡ്, ഇവരൊക്കെ എന്താ പറഞ്ഞത്? വിടുതലുണ്ട് അല്ലേ? നിങ്ങൾക്ക് നാളെ വിടുതലുണ്ട്, അത്ഭുതമുണ്ട്, അതിശയമുണ്ടെന്ന് പറയാം, കൺവെൻഷൻ എല്ലാം നടത്തി അല്ലല്ലോ, പൊട്ടടിച്ച് ബഹളം വെച്ച് അന്യഭാഷ പറഞ്ഞ് തുള്ളിയും ചാടിയും മറ്റു ദേശീയനെ പിടിച്ച് പ്രസംഗിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവർക്ക് എങ്ങനെ ഉണ്ടാവുമോ? ഉണ്ടാകില്ല. അവര് അല്ലെ ലഘുവായി എന്ത് ചെയ്യുക? ചികിത്സിക്കുക. രോഗത്തിന് ചികിത്സിക്കണ്ടേ? ഇവരെങ്ങനെയാ ചികിത്സിക്കുന്നത്? ലഘുവായി ചികിത്സിച്ചാൽ രോഗം മാറുമോ? കാരണം അവർക്ക് ആത്മാവിനെ കുറിച്ചുള്ള അവരുടെ ആത്മരക്ഷയെ കുറിച്ചുള്ള വചനം അവർ എന്ത് ചെയ്യുന്നില്ല, കൊടുക്കുന്നില്ല. വായിച്ചത് യിരെമ്യാ പ്രവചിക്കാൻ വായിക്കേ. മ്ലേച്ഛത പ്രവർത്തിച്ചത് കൊണ്ട് അവർ ലജ്ജിക്കേണ്ടി വരും. അതുകൊണ്ട് അവർ കേട്ടോ, ഇപ്പൊ കാണുന്ന സഭക്കാരൊക്കെ ഉണ്ടല്ലോ, ലജ്ജിക്കുകയോ നാണം അറിയുകയോ ചെയ്തിട്ടില്ല. അവർക്ക് ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. ഇനി ഇതൊക്കെ വരാൻ പോകുന്ന സമയം പോകുന്നുണ്ട്. അല്ലെങ്കിൽ അവരൊക്കെ അന്നേരം എന്നാ നാണിച്ചു പോകുന്നത്? കർത്താവ് പറയും, ഞാൻ നിന്നെ എന്ത് ചെയ്യുന്നില്ല, അറിയുന്നില്ല എന്ന് പറയുമ്പോഴാണ് നാണിച്ചു പോകാൻ പോണത്. അവർ നാണിച്ചു പോകുന്ന ഒരു സമയം വരുമെന്ന് യിരെമ്യാ പ്രവചിക്കുക. എന്നിട്ട് പറയുകയാണ്, താഴ്വാക്കി, അതുകൊണ്ട് വീഴുന്നവരുടെ ഇടയിൽ, അവരൊക്കെ വീണു പോകുന്നവരാ, വീഴുന്നവരുടെ ഇടയിൽ അവർ വീണു പോകും. ഞാൻ അവരെ സന്ദർശിക്കുന്ന കാലത്ത് അവർ ഇടറി വീഴുമെന്ന് യഹോവയുടെ അരുളപ്പാട്. പ്രവചനം കേട്ടോ, അരുളപ്പാടെന്ന് പറഞ്ഞാൽ ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ദൈവത്തിന്റെ അരുളപ്പാടാ ഹല്ലേലൂയ പറയുന്നത്. യിരെമ്യാ വായിക്കേ. എന്നിട്ട് പറയാണ്, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു നമ്മളോട്. എന്നിട്ട് പറയുകയാണ്, ഈ ഇടയന്മാരൊക്കെ ഇങ്ങനെ ആയി തീരും, അതുകൊണ്ട് അവരെന്ത് ചെയ്യും? നശിക്കുന്നവരുടെ കൂട്ടത്തിൽ അവർ വീഴുമെന്ന് പറഞ്ഞിട്ട് പറയുകയാണ്. എന്നിട്ട് ഇന്ന് മറ്റൊരു ഹല്ലേലൂയ സ്തോത്രം നമ്മളോട് പറയാണ്, നിങ്ങൾ വഴികളിൽ ചെന്നിട്ട്, ഈ പ്രവാചകന്മാരുടെയും കള്ളന്മാരുടെ കൂടെ പോകാതെ നിങ്ങൾ വഴികളിൽ ചെന്നിട്ട് നല്ല വഴി ഏതെന്ന് പഴയ പാതകളെ നോക്കി ചോദിക്കണം. പഴയ പാതയെ നോക്കി ചോദിച്ച് അതിൽ നടപ്പിക്കും. അല്ലല്ല, വഴികളിൽ ചെന്ന് നല്ല വഴി. യേശു ആരാന്ന് പറഞ്ഞേ? ഞാനാണ് വഴിയും സത്യവും ജീവനുമാകുന്നത്. യേശു എങ്ങോട്ടാ വഴിയായത്? പിതാവിന്റെ അടുത്തേക്ക് അല്ലെ? പഴയ പാതകളിൽ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞേ? നോക്കി അതിലെന്ത് ചെയ്യണം? ചോദിച്ചറിഞ്ഞ് അതിൽ നടക്കണം. പഴയ പാതകളിൽ നടക്കണം. പഴയ പാതയിൽ എത്ര ദൈവമുണ്ട്? അല്ലെങ്കിൽ യഹൂദന്മാർക്ക് പഴയ നിയമത്തിലൊക്കെ എത്ര ദൈവമേ ഉള്ളൂ? പുതിയ നിയമത്തിൽ എത്ര ദൈവമേ ഉള്ളൂ? ഒരു ദൈവമേ ഉള്ളൂ. അപ്പോൾ ഹല്ലേലൂയ സ്തോത്രം. വഴികളിൽ ചെന്ന് ഇന്നിവരെന്താ ചെയ്തോണ്ടിരിക്കുക? ഞായറാഴ്ച വഴികളിൽ ചെല്ലുന്നുണ്ട്. എന്നിട്ട് ആരെ ആരാധിക്കുന്നേ? വഴി ആരാധിക്കുന്നത്. ഏത് വഴി ആരാധിക്കുന്നേ? മറ്റൊരു യേശുവിനെ, അല്ലെങ്കിൽ വെള്ളിയാഴ്ച ചത്ത യേശുവിനെ. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ യേശു ചത്തിട്ടില്ല, മരിക്കുകയായത്. ഇവരുടെ യേശു എന്ത് ചെയ്തു? ചത്ത യേശുവിനെ എന്ത് ചെയ്തോണ്ടിരിക്കുക? ഹല്ലേലൂയ സ്തോത്രം. അവിടെ തലയെ തകർത്തു, ഇപ്പൊ വാല് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ സ്തോത്രം. അതും എവിടെ പോകും? നരകത്തിലേക്ക് എന്ത് ചെയ്യും? കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ശബ്ദത്തോടും വരുമ്പോ ഹല്ലേലൂയ നമ്മളെ ചേർത്തതിന് ശേഷം ദൈവം എന്ത് ചെയ്യും? ഇവർക്ക് ശിക്ഷ കൊടുക്കും. അതുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം, യോനയുടെ അടയാളമല്ലാതെ വേറൊരു അടയാളം ഇവർക്ക് ഇല്ല. ആ അടയാളം ഇവർക്ക് വല്ല അറിയാവോ? യേശു പറഞ്ഞു അല്ലേ, 3 രാവും 3 പകലും ഭൂമിക്കുള്ളിലിരിക്കും. ഇനി ഒരു അടയാളം കൂടെ നടക്കാൻ പോവുകയാണ്. അതിനെക്കുറിച്ച് നമുക്ക് ഇനി വരുന്ന ആളുകളിൽ എന്ത് ചെയ്യാം? ചിന്തിക്കാം. ഇനി ഒരു അടയാളം ഏതാ? നോഹയുടെ കാലത്ത് സംഭവിച്ച തന്നെ മനുഷ്യപുത്രന്റെ വരവിലും സംഭവിക്കും. അതിനെക്കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ആഴ്ച ചിന്തിക്കാം. ഹല്ലേലൂയ. കണ്ണുകൾ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, വഴികളിൽ ചെന്ന് നല്ല വഴി ഏതെന്ന് ഹല്ലേലൂയ സ്തോത്രം തിരിച്ചറിഞ്ഞ് പഴയ പാതകളെ നോക്കി
അതിൽ നടക്കുവാൻ, ഹല്ലേലൂയ, ഏക ദൈവത്തെ ആരാധിപ്പാൻ, ഏക കർത്താവിനെ, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, അറിയുവാൻ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പരിശുദ്ധനെ ആരാധിപ്പാൻ ദൈവത്തിന്റെ ജനത്തെ ദൈവമേ നീ ഒരുക്കണമേ കർത്താവേ. ഹല്ലേലൂയ, ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ ഹല്ലേലൂയ അവർ പ്രസംഗിച്ചുകൊണ്ട്, ഹല്ലേലൂയ, ദിവസങ്ങൾ, കാലങ്ങൾ, ആണ്ടുകൾ, ഹല്ലേലൂയ, മാസങ്ങൾ, ഹല്ലേലൂയ, ആരാധിച്ചുകൊണ്ട്, സർവശക്തനെ ആരാധിക്കാതെ സൃഷ്ടികളെ ആരാധിച്ചുകൊണ്ട്, പരിശുദ്ധനെ അറിയാതെ വണ്ണം കർത്താവേ ഈ ലോകത്തോടു കൂടെ നശിക്കുന്ന, ഹല്ലേലൂയ, സ്തോത്രം, നോഹയുടെ കാലത്തെ ജനത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്ന പിതാവേ, കർത്താവേ ഒരു വചനം കേട്ട് ഹല്ലേലൂയ മാനസാന്തരപ്പെടണമേ. ഈ സുവിശേഷം കേൾക്കുന്ന ഓരോരുത്തരും, ഈ രാജ്യത്തിന്റെ സുവിശേഷം കേൾക്കുന്ന ഓരോരുത്തരും മേൽ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി യേശുവിന്റെ നാമത്തിൽ അവർ നേരായ വഴികളിൽ ചെന്ന് നല്ല വഴി തിരിച്ചറിയുവാൻ കർത്താവെ കൃപ ചെയ്യണമേ. അല്ലെങ്കിൽ അവർ പോകുന്നത് അല്ലെങ്കിൽ ദുരുപദേശങ്ങളുടെ കൂടെയാണ്, അല്ലെങ്കിൽ മറ്റൊരു യേശുവിന്റെ കൂടെയാണ്, അല്ലെങ്കിൽ തങ്ങളോ നാശയോഗ്യരായിരിക്കെ മറ്റുള്ളവരെ ഇരട്ടിച്ച നരകയോഗ്യരാക്കുന്ന കള്ളപ്രവാചകന്മാരെ, കപടവേലക്കാരുടെ യേശുവേ നിന്റെ ജനത്തെ വിടുവിക്കണമേ, നിന്റെ ആട്ടിൻകൂട്ടത്തെ വിടുവിക്കണമേ. ഹല്ലേലൂയ, നിന്റെ ആട്ടിൻകൂട്ടത്തോട് കനിവ് തോന്നണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ ഈ വിശുദ്ധാരാധനയും ദൈവം ഞങ്ങളോടൊപ്പം പങ്കെടുത്ത എല്ലാവരെയും അനുഗ്രഹിക്കണം. കർത്താവായ യേശുവിന്റെ നാമത്തിൽ കേൾക്കുന്ന ഓരോ കുടുംബങ്ങളും ദൈവം ആശ്വാസം കൊടുക്കണമേ, ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം കൊടുക്കണമേ, ദൈവത്തെക്കുറിച്ചുള്ള അറിവ് കൊടുക്കണമേ. ഞങ്ങൾ പോകുന്നത്, തങ്ങൾ നോക്കുന്നത് ഒക്കെ ശരിയാണോ? ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ശരിയാണോ എന്നുള്ള തിരിച്ചറിവ് അവർക്കുണ്ടാകണമേ കർത്താവേ. ഹല്ലേലൂയ, സ്തോത്രം, വെള്ളിയാഴ്ച ക്രൂശിക്കപ്പെട്ട് ഞായറാഴ്ച ഉയർത്തെന്ന് പറഞ്ഞിരിക്കുന്ന ഹല്ലേലൂയ സാത്താനെ ഹല്ലേലൂയ അന്ന് ആരാധിക്കുന്ന അനേകരെ, ആകയാൽ ഹല്ലേലൂയ ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റ് യേശുവിനെ കർത്താവെ ഒരു തിരിച്ചറിയാൻ കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജീവനുള്ള ദൈവത്തിലേക്ക് വഴികളിലൂടെ മടന്നു വന്ന് കർത്താവാകുന്ന യേശു എന്ന വഴി, സത്യം, ജീവനമാകുന്ന ക്രിസ്തുവിലൂടെ പിതാവിനെ ആരാധിക്കാൻ കൃപ ചെയ്യണം, അത്ഭുതം ചെയ്യണമെന്ന് അതാ പ്രാർത്ഥനയായിട്ട് സ്തോത്രം, കൃപ കൂടിയിരിക്കണം, ബലപ്പെടുത്തണമേ യേശുവിൻ നാമത്തിൽ പിതാവേ.